إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وبعد فيقول المصنف الإمام المجدد العلامة الشيخ محمد ابن عبد الوهاب رحمه الله باب النهي عن سب الريح عن أبي بن كعب رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا تسبوا الريح فإذا رأيتم ما تكرهون فقولوا اللهم إنا نسألك من خير هذه الريح وخير ما فيها وخير ما أمرت به ونعوذ بك من شر هذه الريح وشر ما فيها وشر ما أمرت به صححه الترمذي فيه مسائل الأولى النهي عن سب الريح الثانية الإرشاد إلى الكلام النافع إذا رأى الإنسان ما يكره الثالثة الإرشاد إلى أنها مأمورة الرابعة أنها قد تؤمر بخير وقد تؤمر بشر സഹോദരന്മാരെ 57ാമത്തെ അധ്യായം ബാബുൻ നഹി അൻ സബ്ബിർ റീഹ് റീഹ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിച്ചു വീശുന്ന കാറ്റാണ്. ആ പദം അറബിയിൽ മുഅന്നസായിട്ടാണ്, സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്. സബ്ബ യസുബ്ബു എന്ന് പറഞ്ഞാൽ പഴി പറയുക, ദുഷിച്ചു പറയുക, ചീത്ത പറയുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സബ്ബ് ചീത്ത പറയുന്നത്, പഴി പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങളെക്കുറിച്ച് പഴിച്ചു പറയുന്നത് വിലക്കിയിട്ടുള്ളതാണ്. ഏതാണ്ട് ഇതിന് സമാനമായ ഒരു അധ്യായം നേരത്തെ കഴിഞ്ഞു പോയി. സബ്ബുദ്ദഹർ, കാലത്തെ പഴിക്കുക.
കാലത്തെ പഴിക്കുന്നതിനെ സംബന്ധിച്ച്, കാലത്തെക്കുറിച്ച് ചീത്ത പറയുന്നതിനെ സംബന്ധിച്ച് ഒരധ്യായം നേരത്തെ ഈ ഗ്രന്ഥത്തിൽ തന്നെ കഴിഞ്ഞു പോയതാണ്, നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. അതേപോലെ അതിന് സമാനമായ മറ്റൊരധ്യായമാണ് 57-ാമത്തെ അധ്യായം. കാറ്റിനെ കുറിച്ച് പഴി പറയുന്നത് വിലക്കിക്കൊണ്ടുള്ള അധ്യായം. ബാബുൻ നഹ്യി അൻ സബ്ബിർ റീഹ്. കാറ്റിനെ ഒരാൾ പഴിക്കുന്നത് എങ്ങനെയാണ് തൗഹീദിനെ ബാധിക്കുക, അതെങ്ങനെയാണ് തൗഹീദിന്റെ മസായിലുകളിൽ ഉൾപ്പെടുക. കിതാബ് തൗഹീദ് ഇതുവരെ തുടർച്ചയായി കേട്ടുവരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഞാൻ പറയാതെ തന്നെ തൗഹീദുമായി, തൗഹീദിന്റെ മസായിലുമായി ഈ വിഷയത്തിനുള്ള ബന്ധം ഏതൊരാൾക്കും മനസ്സിലാകും. എന്നാൽ കിതാബ് തൗഹീദിനെ കുറിച്ച് അതിന്റെ ഉസ്ലൂബ് അല്ലെങ്കിൽ അതിൽ വിഷയങ്ങൾ പറയുന്ന രീതി ഉൾക്കൊള്ളാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതും തൗഹീദുമായിട്ട് എന്താണ് ബന്ധം എന്നും ആലോചിക്കാം. അത് ഈ കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഇതിന്റെ തെളിവായി മുസന്നിഫ് റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു. ഉബയ്യ് ഇബ്നു കഅബ് എന്ന് പറഞ്ഞാൽ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ധാരാളം അറിവ് ലഭിച്ചിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിവിന്റെ പേരിൽ അനുമോദിച്ചിട്ടുള്ള ഒരു സ്വഹാബി വര്യനാണ്. നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, തന്റെ സദസ്സിലുണ്ടായിരുന്ന ആളുകളോട് മൊത്തത്തിൽ ചോദിച്ചു, അയ്യു ആയത്തിൻ അഅ്ളമു ഫീ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഏറ്റവും മഹത്തായ വചനം, അഅ്ളമു ആയ, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ ഏറ്റവും മഹത്തായ വചനം ഏതാണ് എന്ന് ചോദിച്ചു. റസൂലുള്ളാഹിന്റെ സദസ്സിലുണ്ടായിരുന്ന ഉബയ്യ് ഇബ്നു കഅബ്, അബുൽ മുൻദിർ, അദ്ദേഹത്തിന്റെ കുഞ്ഞത്ത് അങ്ങനെയാണ്, അബുൽ മുൻദിർ, അദ്ദേഹം പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ആയത്തുൽ കുർസി സൂറത്തുൽ ബഖറയിലുള്ള വചനമാണ് ഇത്. ഈ വചനം ഓതിയിട്ട് പറഞ്ഞു, അതാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥമായിട്ടുള്ള ഖുർആനിലെ ഏറ്റവും മഹത്തായ വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ലിയഹ്നിഅകൽ ഇൽമു യാ അബൽ മുൻദിർ. ഉബയ്യ് ഇബ്നു കഅബിന്റെ കുഞ്ഞത്തിൽ വിളിച്ചു, അബുൽ മുൻദിർ, താങ്കൾക്ക് ഈ മഹത്തായ അറിവ് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളതിനാൽ താങ്കളെ ഞാൻ അനുമോദിക്കുന്നു, താങ്കൾ സന്തോഷിക്കുക. ഇങ്ങനെ ലത്തീഫായ, വളരെ സൂക്ഷ്മമായ പല അറിവുകളും, സ്വഹാബിമാരിൽ മറ്റു പലർക്കുമില്ലാത്ത പല അറിവുകളും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിനുണ്ടായിരുന്നു. റസൂലുള്ളാഹി അനുമോദിച്ചിട്ടുള്ള സ്വഹാബി വര്യനാണ്. പിൽക്കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് രാത്രിയുള്ള നമസ്കാരം, റമളാനിലെ രാത്രി നമസ്കാരം അഥവാ തറാവീഹ്, അത് പള്ളിയിൽ ഔദ്യോഗികമായിട്ട് ജമാഅത്ത് നിസ്കരിക്കാൻ തീരുമാനമെടുത്തപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതിന് നേതൃത്വം നൽകാൻ ഉബയ്യ് ഇബ്നു കഅബിനോടാണ് ആവശ്യപ്പെട്ടത്. അമറ ഉമറു ഉബയ്യ് ഇബ്നു കഅബിൻ
وتميم الداري أن يقوما للناس 11 ركعة. ഉബയ്യ് ഇബ്നു കഅബിനോടും തമീമുദ്ദാരി എന്ന് പറയുന്ന മറ്റൊരു സ്വഹാബി വര്യനോടുമായിട്ട് ഉമർ കൽപ്പിച്ചു. അവർ രണ്ടുപേരുമാണ് രാത്രി നമസ്കാരം, റമളാനിലെ രാത്രി നമസ്കാരം അഥവാ തറാവീഹ് ജനങ്ങൾക്ക് പള്ളിയിൽ വെച്ച് മസ്ജിദുൻ നബവിയിൽ വെച്ച് സംഘടിതമായി അഥവാ ജമാഅത്തായി നിർവഹിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയപ്പോൾ ഇമാമ് നിൽക്കാൻ ഇവരോടാണ് പറഞ്ഞത്. അത് 11 റക്അത്ത് നമസ്കരിക്കാനാണ് കൽപ്പിച്ചത്. ആ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു, ഞാൻ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ചു വന്നത്, സ്വഹാബി വര്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ വളരെ ദഖീഖായ ഇൽമ്, ലത്തീഫായ ഫായിദകൾ പ്രത്യേകം മനസ്സിരുത്തി ശ്രദ്ധിച്ചു വെക്കുന്ന ഒരാളാണ് ഉബയ്യ് ഇബ്നു കഅബ്. അദ്ദേഹത്തിൽ നിന്നുള്ള റിവായത്ത് അന്ന റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നിശ്ചയമായും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു അർരീഹ്, നിങ്ങൾ കാറ്റിനെ കുറിച്ച് പഴിക്കരുത്, കുറ്റം പറയരുത്. ഫഇദാ റഅയ്തും മാ തക്റഹൂൻ, അങ്ങനെ ശക്തമായ ഒരു കാറ്റ് വീശുന്നത് നമ്മൾ കാണുകയാണ്. അതിൽ നിങ്ങൾക്ക് പ്രയാസം തോന്നുന്ന, നിങ്ങൾക്ക് മുഷിപ്പ് തോന്നുന്നത് കാറ്റിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ, ചെറിയ രൂപത്തിൽ കാറ്റടിക്കുമ്പോൾ നമുക്കൊക്കെ സന്തോഷമാണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി സംവിധാനിച്ചിട്ടുള്ള ആ മനോഹരമായ കാറ്റ് ഏതൊരാളുടെയും മനസ്സിനെ കവരുമെന്ന കാര്യം ഉറപ്പാണ്, സന്തോഷമാണ്. പക്ഷെ ആ കാറ്റിന്റെ ശക്തി അങ്ങ് വർദ്ധിക്കാൻ തുടങ്ങിയാൽ, ചുറ്റുമുള്ള മരങ്ങളെല്ലാം ആടാൻ തുടങ്ങിയാൽ, പിന്നെ മനസ്സിൽ തീ കത്താൻ തുടങ്ങും. ഇത് എത്രത്തോളം ശക്തി പ്രാപിക്കും? വൃക്ഷങ്ങളെല്ലാം തന്നെ കടപുഴകി എറിയുന്നതിന് ഈ കാറ്റ് മതി. നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീടുകളും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളും എല്ലാം തന്നെ തകർക്കാൻ ഈ കാറ്റ് മതി. കാറ്റിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻഗാമികളായ പല സമുദായങ്ങളെയും ശിക്ഷിച്ചിട്ടുണ്ട് എന്ന കാര്യം ഖുർആനിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ആദ് ഗോത്രത്തിന്റെ ശിക്ഷയെ സംബന്ധിച്ച് പറയുന്നിടത്ത് സഖറഹ അലൈഹിം 7 ലയാലിൻ വ 8 അയ്യാമിൻ ഹുസൂമൻ فترى القوم فيها صرعى كأنهم أعجاز نخل خاوية فهل ترى لهم من باقية سخرها عليهم. ഒരു തണുത്ത കാറ്റ് ആദ്യം അടിക്കാൻ തുടങ്ങി. ആ കാറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ അങ്ങോട്ട് അവരെ ആ കാറ്റ് കൊണ്ടല്ല കീഴ്പ്പെടുത്തി. 7 ലയാലിൻ വ 8 അയ്യാമിൻ ഹുസൂമൻ, 7 രാത്രി, അതുപോലെ തന്നെ 8 പകലുകൾ. അത് ഇടമുറിയാതെ തുടരെ ശക്തമായിട്ട് തണുത്ത കാറ്റങ്ങടിച്ചു. അതോടുകൂടി തന്നെ ഭൂമിയിലെ ഏറ്റവും വലിയ ആളുകൾ, മനുഷ്യരാശിയിലെ ഏറ്റവും വലിയ ഭീമാകായന്മാരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്ന ആ ആദ് ഗോത്രത്തിൽപ്പെട്ട ആളുകൾ അവര് നിലം പൊത്താൻ തുടങ്ങി. ഫതറൽ ഖൗമ ഫീഹാ സർആ കഅന്നഹും അജാസു നഖ്ലിൻ ഖാവിയ, വലിയ ഈത്തപ്പന തടികൾ കടപുഴകി വീണതുപോലെ ഉണ്ട്. ഇവര് തണുത്ത കാറ്റടിച്ച് തണുത്ത് വിറച്ച് ആ കാറ്റവരെ വീഴ്ത്തിക്കളഞ്ഞു. ഈത്തപ്പനത്തടികൾ കടപുഴകി വീഴുന്നത് പോലെ. ഫഹൽ തറാ ലഹും മിൻ ബാഖിയ, അവര് താമസിച്ചിരുന്ന ആ പ്രദേശങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ അവർക്ക് വല്ല അവശേഷിപ്പുകളും ഇന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? അവശേഷിപ്പുകളൊന്നും കാണാത്ത വിധം നശിപ്പിച്ചു അവരെ. അതിന് കാറ്റ് മതി. അങ്ങനെ കാറ്റ് ശക്തമാകാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഭയപ്പെടും. അങ്ങനെ നിങ്ങൾ ഭയപ്പെടുകയും നിങ്ങൾ വിഷമിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള കാറ്റ് നിങ്ങൾ കാണുകയാണെങ്കിൽ ഫഖൂലു, നിങ്ങൾ പറയേണ്ടത്, എന്തൊരു കാറ്റ്,
നശൂന്യം പിടിച്ച കാറ്റ്. ഇങ്ങനെയൊക്കെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ, നമ്മുടെ മലബാറിലുള്ള സ്ത്രീകൾ, അതുപോലെ തന്നെ പുരുഷന്മാരും ഒക്കെ പറയുന്ന വാക്ക് അങ്ങനെയാണ്. ഈ കുരുത്തം കെട്ട കാറ്റ്, ലക്ഷണക്കേട്, കുറെ വാക്കുകളുണ്ട് കാറ്റിനെ പഴിക്കാൻ വേണ്ടി. എന്നാൽ കാറ്റിനെ നിങ്ങൾ പഴിക്കരുത്. കാറ്റിൽ നിന്ന് നിങ്ങൾ ഭയപ്പെടുന്ന, നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങൾ കാണാൻ ഇടവന്നാൽ നിങ്ങൾ എന്തേ ചെയ്യാവൂ? ഫഖൂലു, നിങ്ങൾ പറയേണ്ടത് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി ഹാദിഹിർ റീഹ്, അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ ചോദിക്കുകയാണ്, യാചിക്കുകയാണ്, മിൻ ഖൈരി ഹാദിഹിർ റീഹ്, ഈ കാറ്റിന്റെ ഖൈറിൽ നിന്ന്, ഈ കാറ്റിലൂടെ ലഭിക്കാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണോ അത് ഞങ്ങൾക്ക് നീ നൽകണം. ആ ഖൈറാണ് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത്. വഖൈരി മാ ഫീഹാ, ഈ കാറ്റിന്റെ ഗുണം, ഈ കാറ്റിലുള്ള അതിലുള്ളതായ ഗുണങ്ങൾ എന്തൊക്കെയാണോ അത്, കാറ്റിന്റെ ഗുണം, കാറ്റിലുള്ള ഗുണം. വഖൈരി മാ ഉമിറത് ബിഹി, ഈ കാറ്റിനോട് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഈ കാറ്റ് അടിച്ചു വീശുന്നത്. അതിനാൽ ഈ കാറ്റിനോട് കൽപ്പിക്കപ്പെട്ട ആ കൽപ്പനയിലെ ഹൈറായ വശം അത് അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. ഇങ്ങനെ 3 കാര്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞു. ഒന്ന്, ഖൈറു ഹാദിഹിർ റീഹ്, ഈ കാറ്റിന്റെ ഹൈറിൽ നിന്ന്. അതുപോലെ തന്നെ വഖൈറു മാ ഫീഹാ, അതിലുള്ള ഹൈറിൽ നിന്ന്. അതുപോലെ തന്നെ വഖൈറു മാ ഉമിറത് ബിഹി, ഈ കാറ്റ് ഏതൊരു ഹൈറുമായിട്ടാണോ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, എന്തൊരു നന്മ വരുത്താനാണോ ഈ കാറ്റിനോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ആ ഹൈറിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. 3 കാര്യം. ഖൈറു ഹാദിഹിർ റീഹ് വഖൈറു മാ ഫീഹാ വഖൈറു മാ ഉമിറത് ബിഹി. അപ്പോ ആ കാറ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഖൈറ്, അല്ലാഹ് തീരുമാനിച്ചിട്ടുള്ള ഖൈറ്, അതുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള ഖൈറാണെങ്കിലും അത് ഞങ്ങൾക്ക് നീ നൽകണമേ, അത് ഞങ്ങൾക്ക് പാഴാക്കി കളയരുതേ എന്ന കാറ്റിനെ വിട്ടയച്ച അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. അതിനെ കുറ്റം പറയുന്നതിന് പകരം ആ കാറ്റ് വെറുതെ വന്നതല്ല. അത് ഭൗതികവാദികൾ പറയുന്നത് പോലെ അവിടെ അന്തരീക്ഷത്തിലുണ്ടായ ഒരു മർദ്ദം, ഇവിടെ ഉണ്ടായ മറ്റൊരു മർദ്ദം, അത് തമ്മിലുള്ള മർദ്ദവ്യത്യാസം, ആ മർദ്ദവ്യത്യാസം കൊണ്ട് കാറ്റടിച്ചു, അതൊക്കെ അതിനുള്ള സാഹചര്യം അല്ലാഹു ഒരുക്കിയത് മാത്രം. അല്ലാഹു ഒരുക്കുന്ന കാരണങ്ങളെയും സാഹചര്യങ്ങളെയും അല്ലാഹുവിന്റെ സ്ഥാനത്തേക്ക് അങ്ങോട്ട് ഉയർത്തിയിട്ട് പ്രകൃതിവാദികൾ എന്ത് ചെയ്യും? അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ കഴിവുകളെയും നിഷേധിക്കും. ചിലപ്പോൾ പ്രത്യക്ഷമായി നിഷേധിക്കും, ചിലപ്പോൾ പരോക്ഷമായി നിഷേധിക്കും. രണ്ടും ഒരുപോലെ തന്നെ. കാറ്റടിച്ച് വീശാൻ ചില കാരണങ്ങൾ, ചില മാറ്റങ്ങൾ അല്ലാഹു ഇവിടെ സംവിധാനിക്കുന്നുണ്ട്. ആ മാറ്റങ്ങൾ സ്വയം ഉണ്ടാകുന്നതല്ല, ആ മാറ്റങ്ങൾ വരുത്തുന്നതാണ്, അല്ലാഹു വരുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഈ കാറ്റ് അടിച്ചു വീശാൻ അത് ഉണ്ടാകുന്നതിന് കാരണമായ സാഹചര്യം അല്ലാഹു ഉണ്ടാക്കി. എന്നിട്ട് അല്ലാഹു കാറ്റിനെ പറഞ്ഞയച്ചു. അങ്ങനെ ആ കാറ് വരിക, ആ കാറ്റടിച്ചു വീശുകയാണെങ്കിൽ കാറ്റിന്റെ ഹൈറ്, ആ കാറ്റിൽ ഉൾപ്പെടുന്ന ഹൈറുകൾ, ആ കാറ്റിനോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള പല ഹൈറും വരുത്താൻ അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹൈറ്, ഈ 3 ഹൈറും ഞങ്ങൾക്ക് നീ മുടക്കരുത് റബ്ബേ എന്ന കാറ്റിനെ പറഞ്ഞയച്ച അല്ലാഹുവിനോട് ഉബൂദിയത്ത് കാണിച്ചുകൊണ്ട് ചോദിക്കാനാണ് അല്ലാഹു പറയുന്നത്. എന്നിട്ട് പറയുന്നു വനഊദു ബിക മിൻ ശർരിഹാ വനഊദു ബിക മിൻ ശർരി ഹാദിഹിർ റീഹ്. അതിന്റെ നേരെ അഭിമുഖമായ കാര്യം, അല്ലാഹുവേ ഈ കാറ്റിന്റെ ഷർറിൽ നിന്ന്, ഈ കാറ്റിന്റെ ഷർറിൽ നിന്ന് നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു. വശർരി മാ ഫീഹാ, ഈ കാറ്റിലുള്ളതായ ഷർറിൽ നിന്നും നിന്നോട് കാവൽ ചോദിക്കുന്നു. കാറ്റിന്റെ ഷർറ്, കാറ്റിലുള്ളതായ ഷർറ്, വശർരി മാ ഉമിറത് ബിഹി, ഈ കാറ്റിനെ അല്ലാഹു അയച്ചപ്പോൾ അല്ലാഹു കൽപ്പിച്ചിട്ടുള്ള, ആ കാറ്റ് ഉണ്ടാക്കി തീർക്കണമെന്ന് അല്ലാഹു കൽപ്പിച്ചിട്ടുള്ള കുറെ ഷർറുകൾ ഉണ്ടാകും. ആ ഷർറുകളിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു. നേരത്തെ ഖൈർ ചോദിച്ചതിന്റെ നേരെ അഭിമുഖമായ കാര്യങ്ങൾ. ഒന്ന് ഖൈറു ഹാദിഹിർ റീഹ് വഖൈറു മാ ഫീഹാ,
വഖൈറു മാ ഉമിറത് ബിഹി, ഇതാണ് ചോദിച്ചത്. അതിന്റെ അഭിമുഖമായിട്ട് കാവൽ ചോദിച്ചത് മിൻ ശർരി ഹാദിഹി റിയ വമിൻ ശർരി മാ ഫീഹാ വമിൻ ശർരി മാ ഉമിറത് ബിഹി, ഈ 3 കാര്യത്തിൽ നിന്ന് കാവൽ ചോദിക്കുകയും ചെയ്തു. അതാണ് ഒരാൾ ചെയ്യേണ്ടത്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹദീസിൽ 2 കാര്യങ്ങൾ പ്രധാനമായി വന്നു. 2 കാര്യങ്ങൾ പ്രധാനമായി വന്നതിൽ ഒന്നാമത്തെ കാര്യം അന്നഹിയു അൻ സബ്ബിർ റീഹ്, അന്നഹിയു അൻ സബ്ബിർ റീഹ്, കാറ്റിനെ പഴിച്ചു പറയരുത് എന്നുള്ള വിലക്കാണ്. ആ വിലക്ക് എവിടെയാണ് ഹദീസിലുള്ളത്? ലാ തസുബ്ബു എന്ന നഹിയാണ്, വിലക്കിന്റെ വാക്കാണ്. അന്നഹിയു യുഫീദു തഹരീം, അരുത് എന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞാൽ, വിലക്കിക്കൊണ്ടൊരു കാര്യം പറഞ്ഞാൽ അത് ഹറാമാണ്, അത് വിലക്കപ്പെട്ടതാണ് എന്ന കാര്യം സ്ഥിരീകരിച്ചു. രണ്ടാമത്തേത് ഈ ഹദീസിലുള്ളത്, രണ്ടാമത്തേത് അൽ ഇർഷാദു ഇലൽ കലാമിൻ നാഫിഉ ഇദാ റഅൽ ഇൻസാനു മാ യക്റഹ്. ഇതൊരു വലിയ പാഠമാണ്. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന, മുഷിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം കണ്ടാൽ മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? മനുഷ്യന്റെ ചാപല്യം അവനെ കൊണ്ട് വേണ്ടാത്ത വാക്കുകൾ പറയിപ്പിക്കും. അതാണ് സാധാരണ ചെയ്യുന്നത്. ഇത് മനുഷ്യന്റെ ഒരു ചാപല്യമാണ്. അവനിഷ്ടമില്ലാത്ത, അവന് പ്രയാസമുള്ള ഒരു കാര്യങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ വേണ്ടാത്ത വാക്കുകൾ നാവിൽ നിന്ന് പുറത്തേക്ക് വരും. അവിടെ ശാപത്തിന്റെ വാക്കുകൾ ഉണ്ടാകും, അവിടെ പഴിയുടെ വാക്കുകൾ ഉണ്ടാകും, അവിടെ പലതരത്തിലുള്ള കുറ്റങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ നാശം വിളിച്ചു പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ വാക്കുകൾ പറയും. ഇത് മനുഷ്യന്റെ ചാപല്യമാണ്. എന്നാൽ അതിനെ വിലക്കുന്ന സമയത്ത്, അത് അരുത് എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത്? പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഖുർആനിലും ഹദീസിലും ഒരു കാര്യം നമ്മളോട് അരുത് എന്ന് അല്ലാഹു വിലക്കിയാൽ ആ വിലക്ക് അതോടുകൂടി അവസാനിക്കുന്നില്ല. ആ സ്ഥാനത്ത് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതായ നന്മ ഏത്, അത് പകരം പഠിപ്പിച്ചിട്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകാറുള്ളൂ. അതുകൊണ്ട് തന്നെ കാറ്റ് അത് ശക്തമായി അടിച്ചു വീശുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ആളിക്കത്താൻ തുടങ്ങും, എന്തെല്ലാം ആപത്താണ് വരാനുള്ളത്. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള പഴികളോ വേണ്ടാത്ത വാക്കുകളോ നാവിൽ നിന്ന് വരരുത്. അതുമാത്രമല്ല, നല്ല വാക്കുകൾ, കലാമുൻ നാഫിഉ, അയാൾക്ക്, അയാളുടെ മനസ്സിന്, അയാളുടെ അസ്തിത്വത്തിന് മനസ്സമാധാനം നൽകുന്ന വാക്കുകൾ, ഈ ദുനിയാവിൽ അയാൾക്ക് ഉപകരിക്കുന്ന വാക്കുകൾ, മരണപ്പെട്ട് നാളെ അള്ളാന്റെ മുമ്പാകെ അയാൾ ഹിസാബ് നേരിടാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ അയാൾക്ക് പ്രയോജനപ്രദമായി തീരുന്ന വാക്കുകൾ, അതാണ് കലാമുൻ നാഫിഉ. അതയാൾ പറയണം. പ്രയോജനപ്രദമായ വാക്ക് പറയണം. അത് പ്രയോജനപ്രദം എന്ന് പറയാൻ കാരണം എന്താണ്? നല്ല വാക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ആ നല്ല വാക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് ശുദ്ധീകരിക്കും. മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കുമ്പോൾ ഒരാൾക്ക് ഒരു വല്ലാത്ത ഫത്ഹ്, ഒരു വല്ലാത്ത തുറവിയാണ് കിട്ടുന്നത്. മനസ്സ് ശുദ്ധമല്ലാതിരിക്കുമ്പോഴാണ് മനസ്സ് വല്ലാതെ സങ്കുചിതമായി ഇടങ്ങേറുകൾ അത് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും ഒരു തുറവി നൽകുന്ന നല്ല വാക്കുകൾ പറയണം. ഈ വാക്ക് അങ്ങനെ മനസ്സിനും അതുപോലെ തന്നെ നമ്മുടെ സ്വത്വത്തിനും തുറവി നൽകുന്ന ഒരു നല്ല വാക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ നല്ല വാക്കുകൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ വീടാണെങ്കിൽ ഭാര്യയും നമ്മുടെ കുട്ടികളും അയൽവാസികളും ബന്ധുക്കളും, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹമാണെങ്കിൽ നമ്മളുമായി അടുത്തിടപഴകുന്ന അടുത്ത ഈ സമൂഹവും ഈ നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ അത് അവർക്ക് കൂടി ഒരു പ്രചോദനമാകുന്നു. അവർക്ക് കൂടി അത് നന്മക്കുള്ള ഒരു പ്രചോദനമായി തീരുന്നു. അവിടെ തിന്മ പോകുന്നു എന്ന് മാത്രമല്ല, നന്മ അവിടെ കടന്നു വരിക കൂടി ചെയ്യുന്നു. ഇങ്ങനെ സ്വന്തം ശരീരത്തിലും താൻ ജീവിക്കുന്ന സാഹചര്യത്തിലും അത് പ്രയോജനപ്രദമായി, ഉപകാരപ്രദമായി, അത് വളരെ നല്ലൊരവസ്ഥയിലേക്ക് മനുഷ്യനെ നയിച്ചു കൊണ്ടുപോകുന്നു. മാത്രമല്ല, ഈ വാക്കുമായിട്ട് നാളെ അള്ളാഹുവിനെ നമ്മൾ കണ്ടുമുട്ടാൻ പോകുമ്പോൾ ഹിസാബിന്റെ വേളയിൽ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട്, അള്ളാന്റെ ഉബൂദിയ്യത്ത് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾക്ക് ഗുണകരമായ രൂപത്തിൽ പ്രതികരിച്ചതിന് ഈ വാക്കുകൾ പരലോകത്ത് നമ്മുടെ മീസാനിൽ, നമ്മുടെ തുലാസിൽ അത് ഘനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ പകരം ഒരു നല്ല വാക്ക് പഠിപ്പിക്കുക കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു. ഏതാണത്? അതൊരു നല്ല പ്രാർത്ഥനയാണ്.
മനുഷ്യനെ പോസിറ്റീവായ ഭാഗത്തേക്ക്, അവനെ എപ്പോഴും ക്രിയാത്മകമായി, അവനേറ്റവും പോസിറ്റീവായി അവനെ ചിന്തിക്കുവാനും പ്രതികരിക്കുവാനും പ്രേരിപ്പിക്കുന്നു. അല്ലാഹുവേ, ഈ കാറ്റിന്റെ നന്മ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഈ കാറ്റിലുള്ളതായ നന്മയിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഈ കാറ്റിനോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നന്മ എന്തൊക്കെയാണോ അത് റബ്ബേ നിന്നോട് ഞാൻ ചോദിക്കുന്നു. അത് കാറ്റിനോടല്ല ചോദിക്കുന്നത്. ഇപ്പൊ ആധുനികമായ കാലഘട്ടത്തിൽ തൗഹീദിന്റെ തലപ്പത്തെത്തിയ കുറച്ച് ആൾക്കാരുണ്ട്. തൗഹീദ് പൂർത്തിയാകിയിട്ട് 3/4 നൂറ്റാണ്ട് തൗഹീദ് പറഞ്ഞപ്പോ അവസാനം എന്താന്ന് ചോദിച്ചാൽ, അള്ളാഹ് അങ്ങനെ ആരോടെങ്കിലും എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് ചോദിച്ചാൽ പോരെ, നമ്മൾ വഴിതെറ്റുകയാണെങ്കിൽ അവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ ആ ജിന്നിനോട് ചോദിച്ചാൽ പോരെ, എന്തിനാ അള്ളാഹിനോട് ചോദിക്കണു എന്ന് ചോദിക്കുന്ന തൗഹീദ്വാദികളുണ്ട്, മന്ത്രവാദികൾ. ജിന്നും മന്ത്രവും അതാണ് അവരുടെ ഒരു സ്ഥിതി. അവിടെ അതേമാതിരിയാണെങ്കിൽ അവർ ഈ വിഷയം വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? കാറ്റിനോടാ ചോദിക്കേണ്ടത്. കാരണം കാറ്റ് അള്ളാഹ് അയച്ചതാണ്. അതിന് ഹൈർ അള്ളാഹ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാറ്റിനോട്, കാറ്റേ എന്നെ ഉപദ്രവിക്കാതെ വേണം പോകാൻ കേട്ടോ, കാറ്റേ നീ എന്ത് ഹൈറുമായിട്ടാണോ വന്നത് എനിക്ക് തന്നിട്ട് വേണം കേട്ടോ പോകാൻ എന്ന് സബബിനോട് ചോദിക്കണം. അങ്ങനെ സബബിനോട് ചോദിക്കുന്നതാണ് ശിർക്ക്. സബബിനോട് ചോദിക്കാൻ പാടില്ല. എന്നാൽ ഈ കാറ്റിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് അത് അള്ളാഹ് പറഞ്ഞയച്ചിട്ടുള്ള കാറ്റാണ്. അതുകൊണ്ട് തന്നെ ആ കാറ്റിനോട് ചില നന്മകൾ വരുത്തണമെന്നുള്ള കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നന്മ കിട്ടണമെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം. ആ കാറ്റിലുള്ളതായ നന്മ കിട്ടണമെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹിനോട് ചോദിക്കുന്നു, റബ്ബേ ഈ കാറ്റിന്റെ നന്മയിൽ നിന്ന്, ഈ കാറ്റിലുള്ളതായ നന്മയിൽ നിന്ന്, ഈ കാറ്റിനോട് നീ കൽപ്പിച്ചു വിട്ടിട്ടുള്ള നന്മകളിൽ നിന്ന് എനിക്ക് റബ്ബേ നൽകാൻ നീ എനിക്ക് നൽകണമേ എന്ന് കാറ്റിനോട് ചോദിക്കുന്നു. അതോടുകൂടി അയാളുടെ മനസ്സ് ഒന്ന് തുറവിയാകുന്നു. മറ്റത് ഈ കാറ്റ് കാണുന്നതോടുകൂടി പേടിക്കുകയും അസ്വസ്ഥമാവുകയും മനസ്സ് ഇരുണ്ടു പോവുകയും ചെയ്യുന്നത് മനസ്സൊന്ന് തുറന്നു വരികയാണ് ചെയ്യുന്നത്. അതിന്റെ രണ്ടാമത്തെ വശത്തിലേക്ക് പോയി, അല്ലാഹുവേ ഈ കാറ്റിന്റെ ഷർറിൽ നിന്ന്, ഈ കാറ്റിലുള്ളതായ ഷർറിൽ നിന്ന്, ഈ കാറ്റിനോട് നീ കൽപ്പിച്ചിട്ടുള്ള ഷർറുകൾ എന്തൊക്കെയാണോ അതിൽ നിന്ന് എനിക്ക് നീ കാവൽ നൽകണമേ റബ്ബേ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുന്നു. ഇതാണ് ഒരാൾക്ക് ചെയ്യാനുള്ളത്. ആ വാക്ക് അയാളുടെ മനസ്സിനെയും ശരീരത്തെയും വല്ലാതെ തണുപ്പിക്കും. ആ വാക്ക് പ്രാർത്ഥിക്കുന്ന ഒരു അന്തരീക്ഷം വല്ലാത്ത ഒരു നന്മയുടെ വിളനിലമായിരിക്കും. ആ വാക്കുമായി അള്ളാന്റെ ഹിസാബിനെ നേരിടാൻ പോകുന്ന ഒരു മനുഷ്യൻ എന്തുമാത്രം സന്തോഷത്തോടു കൂടിയാണ് അള്ളാഹ് അയാൾക്ക് നേരിടാൻ സാധിക്കുന്നത്. ഈ നല്ല വാക്ക് പഠിപ്പിക്കുകയും ചെയ്തു. ഒരേ സമയത്ത് നോക്കൂ, ഇതാണ് ഇസ്ലാം. എവിടെ തിന്മയുണ്ടോ തിന്മയുടെ വാതിലങ്ങ് അടച്ചിട്ട് ഇപ്പുറത്ത് നന്മ കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഇസ്ലാമില്ല എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, അവിടെ കാറ്റിനുള്ള തെറിയും കാറ്റിനുള്ള ചീത്തയും കാറ്റിനുള്ള പഴിയുമാണ്. എന്തൊരു കാറ്റ്, ഒരു നാശം പിടിച്ച കാറ്റ്, ദുഷ്ടഗുരവുമായി വന്ന കാറ്റ്, അവലക്ഷണത്തിന്റെ കാറ്റ് അങ്ങോട്ട് പറയാൻ തുടങ്ങും. അത് പറയുന്നതോടുകൂടി മനസ്സിലുള്ള ആ മനസ്സിന്റെ ആ നിഷേധാത്മകത കൂടുതൽ കൂടുതൽ കട്ടിപിടിക്കുകയും ആ ഇരുട്ട് കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്യുക മാത്രമേ ഉള്ളൂ. അത് കേട്ടവരിലേക്കൊക്കെ ഈ തിന്മ വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതുമായി പരലോകത്ത് ചെന്നാൽ അള്ളാഹുവിനെ അഭിമുഖീകരിക്കുക പ്രശ്നമായിരിക്കും. അതിനാൽ സ്വാഭാവികമായും എന്ത് ചെയ്യണം? നിർബന്ധമായും ഈ നന്മയിലേക്ക് ഒരാൾ വരണം. ഇതാണ് കൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ഭൗതികവാദികളെ എല്ലാത്തിനും ഭൗതികമായ ചില കാരണങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് ആ കാരണങ്ങൾ സൃഷ്ടിച്ച, കാരണങ്ങൾ നിശ്ചയിച്ച അള്ളാഹനെ മറക്കുന്ന ആളുകൾ, അവർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. കാറ്റ് എന്ന് പറയുന്നത് താനങ്ങ് അടിച്ചു വീശുന്നതല്ല നിങ്ങൾ പറയുന്നത് പോലെ, മറിച്ച് ആ കാറ്റ് എന്ന് പറഞ്ഞാൽ കൽപ്പന പ്രകാരം, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മാത്രം അടിച്ചു വീശുന്നതാണ് എന്ന കാര്യം. അതുകൊണ്ടാണ് പറഞ്ഞത് വഖൈറ മാ ഉമിറത് ബി വഖൈരി മാ ഉമിറത് ബി, അതുപോലെ തന്നെ വശർരി മാ ഉമിറത് ബി. അത് പറയുമ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം കൂടി അതിൽ നിന്ന് നമുക്ക് കേൾക്കുന്നു. കാറ്റിനോട് അള്ളാഹ് കൽപ്പിക്കുന്നു എന്ന് മാത്രമല്ല, കാറ്റിനോട് അള്ളാഹു കൽപ്പിക്കുന്ന കൂട്ടത്തിൽ ചിലത് നന്മകൾ വരുത്താൻ കൽപ്പിക്കും, ചിലപ്പോൾ തിന്മകൾ വരുത്താൻ കൽപ്പിക്കും. ചില കാറ്റ് നന്മ ഉണ്ടാകും, അത് കാർമേഘങ്ങളെ നയിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ നല്ല മഴ പെയ്യിക്കും. അതുപോലെ തന്നെ ഈ കാറ്റ് അതിന്റെ കൃത്യമായ ശരിയായ നല്ലൊരവസ്ഥയിലാണ് അള്ളാഹ് അടിച്ചു വീശിപ്പിക്കുന്നത് എങ്കിൽ, അതിനാണ് കൽപ്പന കൊടുത്തത് എങ്കിൽ, ഒരുപാട് പരാഗണം പോലെയുള്ള ഒരുപാട് ഗുണങ്ങൾ, അത് നമുക്കറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ഹൈറ് അള്ളാഹ് അതിലൂടെ നമുക്ക് വരുത്തി തീർക്കും.
ചിലപ്പോൾ ഈ കാറ്റുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങൾ അത് ഞാൻ പറയേണ്ടതില്ലല്ലോ, ആ ഗുണങ്ങൾ അങ്ങനെ വരുത്തി തീർക്കും. എന്നാൽ അതേ സമയത്ത് അതിനോടല്ല നന്മ കൽപ്പിക്കുന്നത് പോലെ ചിലപ്പോൾ അത് അടിച്ചു വീശിയിട്ടുണ്ടെങ്കിൽ എല്ലാം തകർത്ത് കടപുഴകി സകലം തകർത്ത് പോകുന്ന കാറ്റുകൾ, അങ്ങനെയുള്ള കാറ്റ് ഷർറും ചിലപ്പോൾ അല്ല അതിനോട് കൽപ്പിക്കാം, ഷർറ് വരുത്താനും കൽപ്പിക്കാം. ഇത്രയും പാഠങ്ങൾ ഈ ഹദീസിലുണ്ട്. അപ്പൊ ഇത് ഇമാം തിർമിദി സഹീഹാണെന്ന് പറഞ്ഞു. ചില ആളുകൾ ഞാൻ ക്ലാസ് എടുത്ത് പോകുന്ന സമയത്ത് അവർക്ക് ആ ഹദീസിന്റെ സ്വഹത്തിനെ കുറിച്ച് പ്രത്യേകമൊന്നും ഞാൻ പറയാറില്ല. കാരണം കിതാബ് തൗഹീദിൽ പറഞ്ഞ ഈ കാര്യം അതതിന്റെ ശറഹുകളിലൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇത് തിർമിദി മാത്രം ഉദ്ധരിച്ചതാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇമാം അഹമ്മദ്, അതുപോലെ തന്നെ ഇബ്നു അബീ ശൈബ, അബ്ദു ബിൻ ഹുമൈദ്, അതുപോലെ തന്നെ ഇമാം ബുഖാരി അദബുൽ മുഫ്രദിൽ, അങ്ങനെ കുറേ അധികം ഗ്രന്ഥങ്ങളിൽ ഇത് ഉദ്ധരിക്കുകയും അത് വഹുവ ഹദീസുൻ സഹീഹുൻ മർഫൂഅൻ വ മൗഖൂഫൻ, അത് മർഫൂആയിട്ടും മൗഖൂഫായും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, സഹീഹായി വന്നിട്ടുണ്ട്. വലഹു ശവാഹിദു മിൻ ഹദീസ് അബീ ഹുറൈറ വ ജാബിർ വ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസിൽ നിന്നും ജാബിർ ബിൻ അബ്ദുള്ളയിൽ നിന്നും അബൂ ഹുറൈറയിൽ നിന്നും റളിയല്ലാഹു അൻഹും ജമീഅൻ അവരിൽ നിന്ന് ഇതിന് ശവാഹിദുകൾ വേറെയും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഹദീസിന്റെ കാര്യത്തിൽ, അതിന്റെ സ്വീകാര്യതയുടെ കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഇങ്ങനെ ഒരു ഹദീസാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഈമാനുമായിട്ട് അല്ലെങ്കിൽ തൗഹീദുമായി ബന്ധപ്പെടുന്ന എന്താന്ന് ചോദിച്ചാൽ, ഒരു മുഅ്മിനായ മനുഷ്യൻ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ, അള്ളാഹുവിന്റെ തൗഹീദ് ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യൻ, അയാൾ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഈ കാരണങ്ങളെ കാരണങ്ങളിൽ ഒതുക്കി നിർത്തില്ല. ആ കാരണങ്ങൾ ഉണ്ടാക്കിയ, കാരണങ്ങൾ സംവിധാനിച്ച അള്ളാഹുവിലേക്കാണ് പോകുക. അതാണ് തൗഹീദ്. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. പല സന്ദർഭങ്ങളിലും ഈ കാര്യം ഞാൻ ഉണർത്തിയിട്ടുള്ള ഒരു സംഗതിയാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ അവന്റെ കാര്യങ്ങൾ അവൻ നടപ്പിലാക്കുന്നത് കാരണങ്ങളിലൂടെയാണ്. കാര്യങ്ങളെ അവൻ ഉണ്ടാക്കുന്നത്, വരുത്തി തീർക്കുന്നത്. അതിൽ ചില കാരണങ്ങൾ അറിയപ്പെട്ട കാരണങ്ങളായിരിക്കും, ചില കാരണങ്ങൾ അറിയപ്പെടാത്ത കാരണങ്ങളായിരിക്കും. കാരണങ്ങൾ നമുക്കറിയുമെങ്കിൽ അവയെക്കുറിച്ച് നമ്മൾ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയും. അതാണ് ഈ ദുനിയാവിൽ നടക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും. എന്നാൽ വേറെ ചില കാര്യങ്ങൾ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ല നടക്കുന്നത് എന്ന് നമ്മൾ പറയും. യഥാർത്ഥത്തിൽ അതും കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതിന്റെ കാരണം ഏതാണ് എന്നത് അള്ളാഹു നമുക്ക് വെളിവാക്കി തന്നിട്ടില്ല എന്ന് മാത്രം. ഇത് അള്ളാഹുവിന്റെ നടപടിക്രമത്തിന്റെ രൂപമാണ്. അങ്ങനെ അള്ളാഹു ചില കാരണങ്ങൾ വെച്ചാൽ ആ കാരണങ്ങളെ നിശ്ചയിക്കുകയും കാരണങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്ത അള്ളാഹ് അവരിൽ വിശ്വസിക്കുകയും ആ കാരണങ്ങളിൽ നമ്മുടെ മനസ്സ് കുരുക്കിയിടാതെ കാരണങ്ങൾ സൃഷ്ടിച്ച, കാരണങ്ങൾ നിശ്ചയിച്ച അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സ് പോവുകയും നമ്മുടെ മനസ്സ് അവനിലെത്തുകയും അവനോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുക. അല്ല, കാരണങ്ങളിൽ അത് കുടുങ്ങിപ്പോവുകയാണെങ്കിൽ അത് തൗഹീദിന് സംഭവിക്കുന്ന ലോപമാണ്, തൗഹീദിന് സംഭവിക്കുന്ന ഭംഗമാണ്, അത് തൗഹീദിൽ വരുത്തുന്ന കുറവാണ്. അതുകൊണ്ട് തന്നെ കാരണങ്ങളെ പഴിക്കുന്നതും കാരണങ്ങളെ പുകഴ്ത്തുന്നതും അവയോട് കാര്യങ്ങൾ ചോദിക്കുന്നത് എല്ലാം തെറ്റാണ്. കാരണം അല്ലാഹു നിശ്ചയിച്ച കാരണങ്ങൾ മാത്രമാണ്, വേറെ ആരുമല്ല ഈ കാരണങ്ങൾ വെച്ചത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ദോഷം വരുത്തിയാൽ ആ കാരണത്തെ പഴിക്കുന്നതും നമുക്കൊരു നന്മ വരുത്തിയാൽ ആ കാരണത്തിന് ഹംദ് ചൊല്ലുന്നതും രണ്ടും പാടില്ലാത്തതാണ്. മറിച്ച് അതെല്ലാം അള്ളാഹുവിന്റെ കൈകളിലാണ്. ഖൈറും ഷർറും അള്ളാന്റെ കൈകളിലാണ്. നമുക്ക് ഖൈറ് വരുത്തിയാൽ അത് അള്ളയാണ്, നമുക്ക് ഷർറുണ്ടായാൽ അത് അള്ളാഹുവാണ് നമുക്ക് നൽകിയത്. അതിനാൽ ഖൈറ് ചോദിക്കേണ്ടതും അള്ളാഹുവിനോടാണ്, ഷർറിൽ നിന്ന് കാവൽ തേടേണ്ടതും അള്ളാഹുവിനോടാണ്. അല്ലാതെ ഖൈറ് ചോദിക്കേണ്ടത് കാരണങ്ങളോടല്ല, ഷർറിൽ നിന്ന് കാവൽ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടല്ല. ഇപ്പൊ അടുത്ത കാലത്ത് കാരണങ്ങളോട് ഖൈറ് ചോദിക്കുന്ന, കാരണങ്ങളോട് കാവൽ ചോദിക്കുന്ന ഒരു സംവിധാനം തൗഹീദ് പ്രസ്ഥാനത്തിൽ ഇടക്കുണ്ടായത് വളരെ 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 ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. തൗഹീദിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ട ഒരു വിശ്വാസമാണത്. ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ തന്നെ കണ്ടു, കിതാബ് തൗഹീദിന്റെ ഒരുപാട് ബാബുകൾ നമ്മൾ വായിച്ചു പോരുമ്പോ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഈ ഇതേ കാര്യങ്ങൾ തൗഹീദിന് വിരുദ്ധമായി വരുന്ന ശിർക്കിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അധ്യായം ഇതാണ്, ഒരു പ്രധാനപ്പെട്ട ബാബ് ഇതാണ്. ഏതാണിത്?
അള്ളാഹ്നോട് ചോദിക്കേണ്ടതിന് പകരം അള്ളാഹ് നിശ്ചയിച്ച കാരണക്കാരോട് ചോദിക്കുന്നു. അള്ളാഹ്നോട് കാവൽ തേടേണ്ടതിന് പകരം അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള, അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ള അവന്റെ കാരണങ്ങളോട് നമ്മൾ കാവൽ ചോദിക്കുന്നു. അള്ളാഹുവിലേക്ക് മനസ്സ് പോകേണ്ടതിന് പകരം കാരണങ്ങളിൽ മനസ്സ് പോയി തങ്ങി നിൽക്കുന്നു, കാരണങ്ങളെ ആശ്രയിക്കുന്നു എന്നത് അതൊരിക്കലും പാടില്ല. അത് തൗഹീദിന് വിരുദ്ധമാണ് എന്ന് പഠിപ്പിക്കാനാണ് ഈ കാര്യം മുസന്നിഫ് റഹിമഹുല്ലാഹ് അധ്യായമായി കിതാബ് തൗഹീദിൽ ചേർത്തിട്ടുള്ളത്. അതാ പറഞ്ഞത്, അത് സബബ് മുസബ്ബബാത്തുകൾ, കാര്യകാരണങ്ങളെ സംബന്ധിച്ച് ഈ ഗ്രന്ഥത്തിൽ ഇതിനകം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഓരോ വിഷയവും നേരത്തെ കേട്ട് മനസ്സിലുള്ള ആളുകൾക്ക് തൗഹീദുമായി ഈ അധ്യായത്തിന്റെ ബന്ധം പറയാതെ തന്നെ വ്യക്തമാണ്. അല്ല ആദ്യമായി ഇത് മാത്രം കേൾക്കുന്ന, ഈ അധ്യായം മാത്രം കേൾക്കാൻ ഇടവരുന്ന ചില ആളുകൾ ഉണ്ടാകും. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ആവർത്തിച്ചിട്ടുള്ളത്. അഥവാ അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ അവൻ കാര്യങ്ങൾ നിറവേറ്റുന്നത് കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഏതൊരു കാര്യം ഉണ്ടാക്കാനും അതിന് അല്ലാഹു ഒരു കാരണത്തെ നിശ്ചയിക്കും. അത് അവന്റെ നടപടിക്രമമാണ്. സുന്നത്തുല്ലാഹ്, അല്ലാഹുവിന്റെ നടപടിക്രമം. ആ നടപടിക്രമങ്ങളിൽ കാരണങ്ങൾ ചിലത് നമുക്കറിയും, അതിനെക്കുറിച്ച് നമ്മൾ പറയും കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ അമ്പിയാക്കന്മാർക്ക് അല്ലാഹ് ചിലപ്പോൾ ചില കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും, നമ്മൾ മുഅ്ജിസത്ത് എന്ന് പറയും. അതിന്റെ കാരണം നമുക്കറിയില്ല. അപ്പൊ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്ത് നമ്മൾ പറയും. കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്ത് എന്നുള്ളതല്ല സത്യം, നമുക്കറിയാത്ത കാരണങ്ങളിലൂടെയാണ് അല്ലാഹു അത് സാധിപ്പിക്കുന്നത് എന്നതാണ് ശരി. അതുപോലെ തന്നെ ഔലിയാക്കന്മാർക്ക് ചിലപ്പോൾ ചില കറാമത്തുകൾ അല്ലാഹു കൊടുക്കും. ആ കറാമത്തുകൾ ചില കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷെ ആ കാരണങ്ങൾ നമുക്കറിയുന്നതല്ല. നമുക്കറിയുന്ന കാരണങ്ങളാണെങ്കിലും അറിയാത്ത കാരണങ്ങളാണെങ്കിലും അല്ലാഹു കാര്യങ്ങൾ സാധിപ്പിക്കുന്നത് കാരണങ്ങളിലൂടെയാണ്. അതവന്റെ നടപടിക്രമങ്ങളാണ്. ആ കാരണം ഒരിക്കലും അല്ലാഹ് അല്ല. അത് കാരണങ്ങൾ അള്ളാന്റെ സൃഷ്ടികളാണ്. കാരണങ്ങൾ സംവിധാനിച്ചവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് നമ്മൾ കാരണങ്ങളിലല്ല നമ്മുടെ മനസ്സ് കുരുങ്ങേണ്ടത്, കാരണങ്ങളെയല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്, കാരണങ്ങളിലല്ല നമ്മൾ കാര്യം പരമേൽപ്പിക്കേണ്ടത്. നമ്മൾ ഖൈറ് ചോദിക്കേണ്ടത് ആ കാരണത്തോടല്ല, കാവൽ ചോദിക്കേണ്ടത് ആ കാരണത്തോടല്ല, ആ കാരണത്തെ നിശ്ചയിച്ച അള്ളാഹുവിനോടായിരിക്കണം. ഇതാണ് തൗഹീദ്. അപ്പോഴാ തൗഹീദ്. മറിച്ച് കാരണത്തിൽ തന്നെ നമ്മുടെ മനസ്സ് കുരുങ്ങി, കാരണത്തോട് തന്നെ നമ്മൾ ഖൈറ് ചോദിച്ചു, കാരണത്തോട് തന്നെ നമ്മൾ കാവൽ തേടി, അതിൽ നമ്മൾ വരമേൽപ്പിച്ചു, ആശ്രയിച്ചു നിൽക്കുന്നുവെങ്കിൽ അത് തൗഹീദിന്റെ വിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് അധ്യായമായി മുസന്നിഫ് റഹിമഹുല്ലാഹ് തന്റെ ഈ ബൃഹത്തായ കൃതിയിൽ പ്രത്യേകം അധ്യായമായി എടുത്തു ചേർത്തിട്ടുള്ളത്. ഇതാണ് ഈ അധ്യായം. ഇനി അതിന്റെ വാക്കുകൾ ഒന്നുകൂടി വായിച്ചിട്ട് അടുത്തതിലേക്ക് പോകാം. 57-ാമത്തെ അധ്യായം ബാബുൻ നഹി അൻ സബ്ബിർ റീഹ്. കാറ്റിനെ പഴിക്കുന്നത് വിലക്കുന്ന അധ്യായം. നഹി വിലക്ക്. എന്താ വിലക്കിയത്? സബ്ബ് നടത്തുന്നത്, പഴിക്കുന്നത്. ഏതിനെ? റീഹിനെ. അതിലേക്കുള്ള തെളിവായി മുസന്നിഫ് റഹിമഹുല്ലാഹ് ഇമാം തിർമിദി റിവായത്ത് ചെയ്തിട്ടുള്ള, ഇമാം തിർമിദി മാത്രമല്ല വേറെയും മുഹദ്ദിസുകൾ റിവായത്ത് ചെയ്തിട്ടുള്ള മൗഖൂഫായും മർഫൂആയും റിവായത്ത് വന്നിട്ടുള്ള, മൗഖൂഫിനും മർഫൂഇനും ഒരുപോലെ സഹീഹായിട്ടുള്ള ഈ സംഭവം നമുക്ക് റിവായത്ത് ചെയ്തു തരുന്നത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തസുബ്ബു അർരീഹ്, നിങ്ങൾ കാറ്റിനെ പഴിക്കരുത്. അത് നഹിയാണ്, വിലക്കാണ്. വിലക്കിക്കഴിഞ്ഞാൽ ആ കാര്യം ഹറാമാകും. എന്തുകൊണ്ടാണ് കാറ്റിനെ പഴിക്കരുത് എന്ന് പറഞ്ഞത്? അതിനുള്ള കാരണം കാറ്റ് സ്വന്തമല്ല, സ്വന്തം ഇഷ്ടപ്രകാരമല്ല കാറ്റ് രൂപപ്പെടുന്നത്. കാറ്റിന്റെ സ്വന്തം തീരുമാനം അനുസരിച്ച് കാറ്റുണ്ട് വരുന്നതല്ല. മറിച്ച് കാറ്റ് രൂപപ്പെടുന്നത്, അത് വരുന്നത്, ചിലപ്പോൾ അത് ഹൈറ് വരുത്തുന്നത്, ചിലപ്പോൾ അത് ഷർറ് വരുത്തി പോകുന്നത് അല്ലാഹുവാണ്. അതിനാൽ നിങ്ങൾ കാറ്റിനെ പഴിച്ചാൽ ആ കാറ്റിനെ രൂപപ്പെടുത്തുകയും കാറ്റിനെ കൽപ്പിച്ചു വിടുകയും ചെയ്ത അല്ലാഹുവിനെ നിങ്ങൾ പഴിക്കുന്നതിന് സമമായി തീരും എന്നതുകൊണ്ടാണ്. എന്നാൽ ഇനിയൊരു കാറ്റ് വന്നു,
ആ കാറ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് വരുത്തുന്നതെങ്കിൽ അത് നിങ്ങൾ കാണാനിട വന്നാൽ കാറ്റിനെ പഴിക്കുകയാണോ വേണ്ടത്? കാറ്റിനെ പഴിക്കാൻ പാടില്ല എന്നതിന് പുറമെ ആ അന്തരീക്ഷം നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് അനുകൂലമാക്കണം. എങ്ങനെ അനുകൂലമാക്കേണ്ടത്? ഷർറിന്റെ ചിന്തകളും വാക്കുകളും ഒഴിവാക്കുക. തൽസ്ഥാനത്ത് ഹൈറിന്റെ ചിന്തകളും ഹൈറിന്റെ വാക്കുകളും, നന്മയുടെ ചിന്തകൾ നന്മയുടെ വാക്കുകൾ തൽസ്ഥാനത്ത് നിങ്ങൾ സ്ഥാപിക്കുക. ഫൈദാ റഅയ്തും, നിങ്ങൾ കാണാൻ ഇടവന്നാൽ, മാ തക്റഹൂൻ, നിങ്ങൾക്ക് വിഷമം തോന്നുന്ന, നിങ്ങൾക്ക് മുഷിപ്പ് തോന്നുന്ന കാര്യങ്ങൾ, ഫഖൂലു, അപ്പോൾ നിങ്ങൾ പറയണം. എന്താണ് പറയേണ്ടത്? ഈ ദുആ നിങ്ങൾ ഉച്ചരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഈ കാറ്റിനെ രൂപപ്പെടുത്തിയ, ഈ കാറ്റിനെ അടിച്ചു വീശാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ച, ഈ കാറ്റിൽ നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ ഉൾപ്പെടുത്തിയിട്ടുള്ള അല്ലാഹു, അഥവാ കാരണങ്ങൾ നിശ്ചയിച്ച, കാരണങ്ങളെ പടച്ച, കാരണങ്ങൾ നിശ്ചയിച്ച റബ്ബേ, അല്ലാഹുവേ, ഇന്നാ നസ്അലുക, നിന്നോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കാരണം ഞങ്ങൾ നിന്റെ അടിയാറുകളാണ്, ഞങ്ങൾക്കുള്ള ഉബൂദിയ്യത്ത് നിന്നോട് മാത്രമാണ്, ഞങ്ങൾ നിന്നിലാണ് വിശ്വസിക്കുന്നത്. അതിനാൽ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, മിൻ ഖൈരി ഹാദിഹി റീഹ്, ഈ കാറ്റിന്റെ നന്മയിൽ നിന്ന്, വഖൈരി മാ ഫീഹ, ആ കാറ്റിലുള്ളതായ നന്മയിൽ നിന്ന്, വഖൈരി മാ ഉമിറത് ബിഹി, ആ കാറ്റിനോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള, ആ കാറ്റിനോട് അല്ലാഹു കൽപ്പിച്ചിട്ടുള്ള ഖൈർ എന്തൊക്കെയാണോ ആ ഖൈറിൽ നിന്ന് റബ്ബേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഞങ്ങൾ ചോദിക്കുന്നു. വനഊദു ബിക, നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു. മിൻ ശർരി ഹാദിഹി റീഹ്, ഈ റീഹിന്റെ, ഈ കാറ്റിന്റെ തിന്മകളിൽ നിന്ന്. വശർരി മാ ഫീഹ, ഈ കാറ്റിനുള്ളതായ തിന്മകളിൽ നിന്ന്. വശർരി മാ ഉമിറത് ബിഹി, ആ കാറ്റിനോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള, ഈ കാറ്റിനോട് അല്ലാഹു കൽപ്പിച്ചിട്ടുള്ള ഷർറുകൾ എന്തൊക്കെയുണ്ടോ ആ ഷർറിൽ നിന്ന് റബ്ബേ ഞങ്ങൾക്ക് നീ കാവൽ നൽകണമേ എന്ന് നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. സഹഹഹു അത്തിർമിദി, തിർമിദി റിവായത്ത് ചെയ്തു, മറ്റുള്ള റിവായത്ത് ചെയ്തു. ഹദീസ് സഹീഹാണ്. ഇതിലുള്ള മസലകൾ: അൽ ഊല, ഒന്നാമത്തേത്, അന്നഹിയു അൻ സബ്ബിർ റീഹ്, കാറ്റിനെ പഴിക്കുന്നത് പച്ചക്ക് വിലക്കിയിട്ടുണ്ട്. ലാ തസുബ്ബുർ റീഹ്, അത് ഹറാമാണ്. അസ്സാനിയത്തു വൽ ഇർശാദു ഇലൽ കലാമിൻ നാഫിഇ ഇദാ റഅൽ ഇൻസാനു മാ യക്റഹ്, ഒരു മനുഷ്യൻ തനിക്ക് മുഷിപ്പ് തോന്നുന്ന, തനിക്ക് പ്രയാസം തോന്നുന്ന കാര്യങ്ങൾ കണ്ടാൽ അപ്പോൾ പറയേണ്ടത് പഴിയല്ല വരേണ്ടത്. ഇത് നമ്മളെ അഹ്ലുകളെ, നമ്മുടെ ഭാര്യമാരാദ്യം പഠിപ്പിക്കണം. അപ്പൊ നമ്മളെ കുട്ടികളും കൂടി സ്വാഭാവികമായി അത് പഠിയും. മാത്രമല്ല, അത് നമ്മൾ ശീലിപ്പിച്ച് കാണിച്ചു കൊടുക്കണം. കാരണം നമ്മുടെ വീടിന്റെ അന്തരീക്ഷം മൊത്തത്തിൽ മോശമാണ്. പഴയുടെ വാക്കുകൾ ഒരുപാട് വാക്കുകളാണ്. ഇതൊക്കെ കേൾക്കുന്നവർ തന്നെ പ്രയാസം വരുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് മറക്കും. അപ്പൊ വേണ്ടാത്ത വാക്കാണ് ആദ്യം അങ്ങോട്ട് വരിക. മറിച്ച് നിങ്ങൾക്ക് മുഷിപ്പും വിഷമവും തോന്നുന്ന ഒരു കാര്യം കണ്ടാൽ മോശപ്പെട്ട വാക്കല്ല വരേണ്ടത്, നല്ല വാക്കാണ് വരേണ്ടത്. അത് മനസ്സിന് തുറവി നൽകുന്നു. നിങ്ങൾ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ അത് കുറെ കൂടി നന്മകളുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ആ വാക്കുകൾ നാളെ പരലോകത്ത് നിങ്ങളുടെ മീസാനിൽ നിങ്ങൾക്കത് കൂടുതൽ ഖനം വരുത്തി തീർക്കുന്നു. അതിനാൽ കലാമുൻ നാഫിഇ പറയണം എന്നത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. മൂന്നാം, ആ കലാമുൻ നാഫിഇ ഈ ദുആ ആണ്. അത് ദുആയായിട്ട് ചൊല്ലി പഠിച്ചു വെക്കുക. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി ഹാദിഹി റീഹ് വഖൈരി മാ ഫീഹാ വഖൈരി മാ ഉമിറത് ബിഹി വനഊദു ബിക മിൻ ശർരി ഹാദിഹി റീഹ് വശർരി മാ ഫീഹാ വശർരി മാ ഉമിറത് ബിഹി. ഈ ദുആയിട്ട് പഠിച്ചു വെക്കുക. ഇനി ഇത് ദുആയിട്ട് പഠിച്ചു വെക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോഴൊന്നും അതൊരു ദുആയിട്ട് കണക്കാക്കൂല. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഒരു നല്ല കാറ്റ് വരുന്ന നേരത്ത് അന്ന് പറഞ്ഞിരുന്നല്ലോ എന്താ ദുആ ചെയ്യേണ്ടത്, അപ്പം ആലോചിക്കരുത്. അതുകൊണ്ട് ആദ്യം തന്നെ എന്നിട്ട് ഇത് പഠിച്ചു വെച്ചാൽ ഒരു ചെറിയ കാറ്റ് വന്നു, വലിയ കാറ്റടിക്കണമെന്നില്ല, നമുക്കറിയില്ല. ചിലപ്പോൾ ആ ചെറുതിൽ തുടങ്ങിയിട്ടാ വലിയ കാറ്റ് വരിക. ഇനി അത് ദോഷം വരേണ്ടതൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. എന്നാലും ആ കാറ്റിന്റെ ഹൈർ മുഴുവനും നമുക്ക് കിട്ടാൻ, ആ കാറ്റ് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട ഏതെങ്കിലും തിന്മകളുണ്ടെങ്കിൽ ആ തിന്മകളിൽ നിന്ന് നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ തിന്മകൾ വല്ലതുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കാവൽ ലഭിക്കാൻ, സംരക്ഷണം ലഭിക്കാൻ ഈ വാക്ക് നമ്മൾ ദുആ ചെയ്യുക. അങ്ങനെ ഓരോ സന്ദർഭത്തിലും അള്ളാഹനെ നമ്മൾ ഓർക്കുകയും അള്ളാഹിനോട് നമ്മൾ യാചിക്കുകയും അള്ളാഹിന്റെ മുന്നിൽ നമ്മുടെ ഉബൂദിയ്യത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ അപ്പോഴാണ് നമ്മൾ
തഹ്ഖീഖു ഉബൂദിയ്യത്തില്ലാ, തഹ്ഖീഖു തൗഹീദില്ലാഹി തബാറക വ തആല. അല്ലാഹുവിന്റെ ഉബൂദിയ്യത്ത്, അല്ലാഹുവിന്റെ തൗഹീദ് ശരിയായ അർത്ഥത്തിൽ സാക്ഷാത്കരിച്ച വ്യക്തികളാകുന്നത്. അതുകൊണ്ട് അത് പഠിച്ചു ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക. അസ്സാലിസത്ത്, മൂന്നാമത്തെ മസല, അൽ ഇർഷാദു ഇലാ അന്നഹാ മഅ്മൂറ. കാറ്റ് എന്ന് പറഞ്ഞാൽ അത് ആജ്ഞാപിക്കപ്പെട്ടതാണ്. സ്വയം രൂപപ്പെട്ടതും സ്വയം അടിച്ചു വീശിട്ട് വരുന്നതും സ്വയം നന്മകൾ വരുത്തുന്നതും സ്വയം കുറെ തിന്മകൾ വരുത്തുന്നതും ഒന്നുമല്ല, മറിച്ച് അതിന്റെ എല്ലാം സ്രഷ്ടാവായ റബ്ബുൽ ആലമീനായ അല്ലാഹു അതിനോട് കൽപ്പിച്ചതു പ്രകാരമാണ് അത് ചെയ്യുന്നത്. അതിനോട് കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കൽപ്പിക്കാം? വെറും ഖൈറാന്ന് വിചാരിക്കണ്ട, വെറും ഷർറാന്ന് വിചാരിക്കണ്ട. അന്നഹാ ഖദ് തുഅ്മറു ബിഖൈർ വഖദ് തുഅ്മറു ബിശർ. കാറ്റ് ചിലപ്പോൾ നന്മ കൊണ്ട് കൽപ്പിക്കപ്പെടാം. നന്മ വരുത്താനുള്ള കൽപ്പന അള്ളാഹു അതിന് ചിലപ്പോൾ നൽകും. അതുപോലെ തന്നെ ചിലപ്പോൾ അള്ളാഹു അതിന് തിന്മ വരുത്താനുള്ള കൽപ്പനയും നൽകി എന്ന് വരും. അതുകൊണ്ട് ഖൈറുമായിട്ടത് വരും, ചിലപ്പോൾ ഷർറുമായിട്ടത് വരും. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കൊരു പ്രയാസം തോന്നിയാൽ അവിടെ ഖൈറിന്റെ വചനം, കലാമുന്നാഫിൾ, ഈ പ്രാർത്ഥന, അതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും പഴി നടത്താൻ പാടില്ല. പഴിച്ചാൽ അത് അതിന്റെ ആ കാരണത്തെ സംവിധാനിച്ച, ആ കാരണത്തെ സൃഷ്ടിച്ച അള്ളാഹുവിലേക്ക് മടങ്ങും. അത് നമ്മുടെ തൗഹീദിന്റെ കാമ്പിനെ തന്നെ ബാധിക്കും, തൗഹീദിന് വിരുദ്ധമായിരിക്കും. ഹാദാ വല്ലാഹു തആല അഅലം. അടുത്തത് ഇത് മുസന്നിഫ് റഹിമഹുല്ലാഹ് ഈ മസല പറഞ്ഞപ്പോൾ പിന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് യാസിർ ചോദിച്ചത്. ഇത് കാറ്റിന് മാത്രമാണോ? അല്ല. ഈ ദുആ ഇവിടെ കാറ്റിനെ സ്പെസിഫിക് ആയിട്ട് വാക്കുപയോഗിച്ചുകൊണ്ടാണ് വന്നതെങ്കിലും കാറ്റല്ലാത്ത മറ്റ് പലതിനെ കുറിച്ചും ഈ ദുആയുടെ വചനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ഒരു മൃഗത്തെ വാങ്ങി, ഒരു പശുവിനെ വാങ്ങിക്കൊണ്ടുവന്നു. ഇപ്പൊ നമ്മളൊരു മൃഗത്തെ വാങ്ങുന്ന രണ്ട് കാര്യത്തിനാണ്. ചിലപ്പോ അതിനെ പോറ്റി അതിന്റെ പാലും അതിന്റെ മാംസവും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയായിരിക്കും. ചിലപ്പോൾ അതിനെ പോറ്റുന്നത് നമുക്ക് വാഹനമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാള് തനിക്ക് ഒരു ജീവിത പങ്കാളിയാകാൻ വേണ്ടിയിട്ടൊരു ഭാര്യയെ, ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്ത് വിവാഹം ചെയ്തു കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലും ഇതേ സമാനമായിട്ടുള്ള ദുആ ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുണ്ട്. അവിടെ കാറ്റിനുള്ളതിന് പകരം പിന്നെ മൃഗമാണെങ്കിൽ ആ മൃഗം, അതുപോലെ ഒരു ജീവിത പങ്കാളി വരെയാണെങ്കിൽ ജീവിത സഖിയെ തെരഞ്ഞെടുത്തു കൊണ്ടുവരുന്ന ആ സന്ദർഭത്തിലാണെങ്കിൽ പോലും പറഞ്ഞിട്ടുണ്ട്. അതിനാൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് പ്രയോഗിച്ച പദം നോക്കൂ, അൽ ഇർഷാദു ഇലൽ കലാമിൻ നാഫിഇ ഇദാ റഅൽ ഇൻസാനു മാ യക്റഹ്. അവിടെ മുത്തലഖായിട്ടാണ് പറഞ്ഞത്. തനിക്ക് പ്രയാസമോ മുഷിപ്പോ ഉണ്ടാക്കുന്ന ഒരു കാര്യം കാണുകയാണെങ്കിൽ അയാൾ എന്താണ് പറയേണ്ടത്? അത് മുത്തലഖാണ്. അത്തരം സന്ദർഭങ്ങളിൽ ആ കാണുന്ന പ്രശ്നത്തിലുള്ള ഖൈറ് ചോദിക്കുകയും ആ പ്രശ്നത്തിന്റെ ശർറിൽ നിന്നുള്ള കാവൽ ചോദിക്കുകയും ചെയ്യാം. അത് മുത്തലഖാണ്. ഇത് ഈ വാക്കിൽ മിൻ ഹാദിഹി റീഹ് എന്ന് പറയുമ്പോൾ കാറ്റിന്റെ മാത്രമായി നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. ആ മിൻ ഹാദിഹി റീഹിന് പകരം അവിടെ വേറെ എന്തെങ്കിലും നമ്മൾ വെറുക്കുന്ന, നമുക്ക് മുഷിപ്പുണ്ടാക്കുന്ന കാര്യം വരുമ്പോൾ ആ കാര്യം ചേർത്ത് പ്രാർത്ഥിക്കാം. കാരണം ഇത് മുത്തലഖാണ് ദുആ. പിന്നെ അടുത്ത അധ്യായം കുറച്ച് നീണ്ടതാണ്. ഞാൻ വേഗത്തിലങ്ങ് വായിച്ചു പോകാം. 58-ാമത്തെ അധ്യായം. ബാബു ഖൗലില്ലാഹി തആല യظنون بالله غير الحق ظن الجاهلية يقولون هل لنا من الأمر شيء قل إن الأمر كله لله. ഈ വചനത്തെ സംബന്ധിച്ചു വന്നിട്ടുള്ളത്, എന്നിട്ട് അതില് വഖൗലുഹു തആല അല്ലാഹീന ബില്ലാഹി ظن السوء عليهم دائرة السوء. സൂറത്തുൽ ഫത്ഹിലുള്ള ആയത്താണ്. قال ابن القيم رحمه الله تعالى في الآية الأولى فسر هذا الظن بأنه سبحانه لا ينصر رسوله وأن أمره سيضمحل، وفسر أن ما أصابهم لم يكن بقدر الله وحكمته، ففسر بإنكار الحكمة وإنكار القدر وإنكار أن يتم أمر رسوله وأن يظهره الله على الدين كله، وهذا هو ظن السوء
الذي ظنه المنافقون والمشركون في سورة الفتح. وإنما كان هذا ظن السوء لأنه ظن غير ما يليق به سبحانه وما يليق بحكمته وحمده ووعده الصادق. فمن ظن أنه يديل الباطل على الحق إدالة مستقرة يضمحل معها الحق، أو أنكر أن يكون ما جرى بقضائه وقدره، أو أنكر أن يكون قدره لحكمة بالغة يستحق عليها الحمد، بل زعم أن ذلك لمشيئة مجردة، فذلك ظن الذين كفروا، فويل للذين كفروا من النار. وأكثر الناس يظنون بالله ظن السوء فيما يختص بهم وفيما يفعله بغيرهم، ولا يسلم من ذلك إلا من عرف الله وأسماءه وصفاته وموجب حكمته وحمده ووعده الصادق. فليعتن اللبيب الناصح لنفسه بهذا وليتوب إلى الله وليستغفره من ظنه بربه ظن السوء. ولو فتشت من فتشت لرأيت عنده تعنتا على القدر وملامة له وأنه كان ينبغي أن يكون كذا وكذا، فمستقل ومستكثر. وفتش نفسك هل أنت سالم؟ فإن تنجو منها تنجو من ذي عظيمة، وإلا فإني لا أخالك ناجيا. انتهى كلامه رحمه الله. فيه مسائل: الأولى تفسير آية آل عمران، الثانية تفسير آية الفتح، الثالثة الإخبار بأن ذلك أنواع لا تحصر، الرابعة أنه لا يسلم من ذلك إلا من عرف الأسماء والصفات وعرف نفسه. الله أكبر. വളരെ വളരെ ദഖീഖായിട്ടുള്ള ലത്തീഫായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള വശങ്ങളാണ് ഈ അധ്യായത്തിൽ മുസന്നിഫ് റഹിമഹുല്ലാ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് ഈ മജ്ലിസിൽ ഈ ജിൽസയിൽ നമ്മളിത് തീർക്കാൻ കഴിയും തോന്നുന്നില്ല. ഞാനിതിൻ്റെ നസ്സു വായിച്ച് ജസ്റ്റ് ഒരു പ്രാഥമികമായിട്ടുള്ളൊരു ധാരണ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, മുസന്നിഫ് റഹിമഹുല്ലാ സ്വന്തമായിട്ട് ഇതിന് തലവാചകം കൊടുത്തിട്ടില്ല. അധികവും കിതാബ് തൗഹീദിൽ വരുന്ന അധ്യായങ്ങളുടെ തലവാചകങ്ങൾ അധികവും ഒന്നുകിൽ അള്ളാന്റെ വചനത്തിന്റെ ഒരു കഷ്ണമായിരിക്കും, അല്ലെങ്കിൽ റസൂലുള്ള പറഞ്ഞ വചനത്തിന്റെ ഒരു കഷ്ണമായിരിക്കും, അല്ലെങ്കിൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മുസന്നിഫ് റഹിമഹുല്ലാ ഇസ്തിഖാ ചെയ്തെടുത്തിട്ടുള്ള ഒരാശയമായിരിക്കും. ചിലപ്പോ ഇവിടെ നേർക്ക് നേരെ ഒരായത്താണ് അധ്യായത്തിന്റെ തലവാചകമായി കൊടുത്തത്. ഒരായത്ത് മുഴുവനല്ല, ഒരായത്തിന്റെ ഭാഗം. ഏതാണത്? സൂറത്തു ആലു ഇമ്രാനിലുള്ള ആയത്താണത്, 154-ാമത്തെ ആയത്ത്. അത് ഓർമ്മയുള്ള ആളുകൾക്കറിയാൻ 2 അധ്യായം പിറകിൽ നമ്മൾ ഈ ആയത്ത് പൂർണ്ണമായി വായിച്ചിട്ടുണ്ട്. ഇതേ കാര്യം ഖദറിനെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ള അധ്യായത്തിൽ ഈ കാര്യം നമ്മൾ ഈ ആയത്ത് വന്നു പോയിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണും. ബാബു മാ ജാഅ ഫിൽ ലൗ എന്നുള്ള ആ അധ്യായത്തിൽ തന്നെ 56-ാമത്തെ അധ്യായത്തിൽ അതിൽ ആദ്യം പറഞ്ഞ ആയത്ത്, തെളിവായി പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ആയത്ത് സൂറത്തു ആൽ ഇംറാനിലുള്ളതാണ്. യഖൂലൂന ലൗ കാന ലനാ മിനൽ അംരി ശൈ മാ ഖുതിൽനാ ഹാഹുനാ. അത് 154-ാമത്തെ ആയത്ത്. അതേ ആയത്ത് തന്നെയാണ്, ആ ആയത്തിന്റെ ആദ്യ ഭാഗം തന്നെയാണ് ഇത്. അപ്പോ ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഞാൻ പൂർണ്ണമായി ആയത്ത് വായിച്ചിരുന്നു. ഇത്
ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. ഉഹദ് യുദ്ധത്തിന്റെ ആദ്യ ഭാഗം മുസ്ലിമീങ്ങൾക്ക് വിജയം വന്നു. പിന്നെ മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പനയെ ധിക്കരിച്ചു. മുസ്ലിമീങ്ങളിൽ ചിലർ, അഥവാ ജബലുർ റുമാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, അവർ മാത്രം, അവരോട് റസൂലുള്ളാഹിന്റെ കൽപ്പന കിട്ടിയിട്ടല്ലാതെ ആ സ്ഥലം വിട്ട് ഇറങ്ങരുത് എന്ന് പറഞ്ഞ കൽപ്പന അവർ ലംഘിച്ചു. അവർ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിലുണ്ടായ വിജയം കണ്ട് യുദ്ധസ്വത്തുകൾ ശേഖരിക്കാൻ വേണ്ടി അവർ പെട്ടെന്ന് മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. ഇതാണ് മഅസിയത്ത്. ആ മഅസിയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു പാഠം അവരെ പഠിപ്പിച്ചു. ആ പാഠം ചരിത്രത്തിൽ മറക്കാൻ പറ്റാത്തൊരു പാഠമായി മുസ്ലിം സമുദായത്തിന്റെ മേൽ അത് അവശേഷിപ്പിച്ചു. റസൂലുള്ളാഹിനോട് നിങ്ങൾ ധിക്കാരം കാണിക്കുന്നത് അത് നിങ്ങൾക്ക് താങ്ങാനാവാത്ത പരിക്കുകൾ ദുനിയാവിലും പരലോകത്തിലും അല്ലാഹു വരുത്തി തീർക്കുന്നതിനുള്ള കാരണമാണ്. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ആജ്ഞ, ഒരു കൽപ്പന നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ കൽപ്പനക്ക് നിങ്ങൾ എതിര് പ്രവർത്തിക്കരുത്. അതിൽ നിങ്ങൾ മാറ്റം വരുത്താൻ പോകരുത്. അതിലെന്തെങ്കിലും വിധത്തിൽ മാറ്റം വരുത്തി ധിക്കാരം നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾ സൂക്ഷിച്ചു കൊള്ളണം. അൻ തുസീബഹും ഫിത്ന, അവർക്ക് ഫിത്ന ബാധിക്കുന്നത്, ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ശിക്ഷ അവരെ പിടികൂടുന്നത്. അങ്ങനെ ആ യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ കടുത്ത പരാജയം ഏറ്റുവാങ്ങുക എന്നുള്ള ശിക്ഷ ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹു അവരെ അനുഭവിപ്പിച്ചു. അതും ഖീറത്തു ഖൽഖില്ലാഹ് സ്വഫവത്തു ഖൽഖില്ലാഹ് ഫി അർളി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ ഭൂമിയിൽ തിരഞ്ഞെടുത്തിട്ടുള്ളവരിൽ ഏറ്റവും നല്ലവരായ, ഏറ്റവും എലൈറ്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തിനാണ് അള്ളാഹ് ആ ശിക്ഷ കൊടുത്തത്. എങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യമോ? അങ്ങനെ ആ ശിക്ഷ കിട്ട് വന്നതിന് ശേഷം അല്ലാഹു സുമ്മ അൻസല അലൈക്കും മിൻ ബഅദിൽ ഗമ്മി അമലതൻ നുആസൻ യഗ്ശാ ത്വായിഫതൻ മിൻകും. താങ്ങാൻ പറ്റാത്തൊരവസ്ഥ, ഒരിക്കലും താങ്ങാൻ പറ്റാത്ത അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിൽ ഏറ്റവും ഉന്നതരായ ആളുകൾ ഒരാൾക്ക് പിറകിൽ മറ്റൊരാളായി ആ യുദ്ധക്കളത്തിൽ രക്തസാക്ഷ്യം വരിക്കുകയാണ്. അസ്സഫുവത്തുൽ മുഖ്താറത്തു മിൻ അസ്ഹാബി റസൂലില്ലാഹ് കുല്ലുഹും ഖുതിലു. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പോലും ആ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടു, രക്തസാക്ഷ്യം വരിച്ചു. റസൂലുള്ളാഹിന്റെ ചുറ്റും ആരുമില്ല, എല്ലാവരും ഓടിക്കളഞ്ഞു. യുദ്ധത്തിന്റെ ആ ഭീഷണമായ മുഖം അത്രയും ഭീകരമാണ്. ആ സന്ദർഭത്തിൽ അവസാനം അവിടെ ഇല്ല ശിർദിമത്തുൻ ഖലീല, ചെറിയൊരു ന്യൂനപക്ഷം മാത്രം റസൂലുള്ളാഹിന്റെ കൊടിക്ക് കീഴിൽ, റസൂലുള്ള ഉയർത്തിയിട്ടുള്ള കൊടിക്ക് ചുറ്റും, റസൂലുള്ളാഹിക്ക് ചുറ്റും അണിനിരന്നു. ആ സന്ദർഭത്തിൽ മുസൈബ ബിൻത് കഅബ്, അവര് യുദ്ധത്തിൽ മുറിവേറ്റ ആളുകളെ പരിചരിക്കാൻ വേണ്ടിയിട്ട് ഒരു നേഴ്സായിട്ട് പോകുന്നതാ. പക്ഷെ യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് എല്ലാവരും ഓടിക്കളയുന്ന ഒരു സ്ഥിതി കണ്ടപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളപ്പാത്രം അങ്ങോട്ട് എറിഞ്ഞു. ആരുടെയോ കയ്യിൽ എവിടുന്നോ കിട്ടിയൊരു വാളും എടുത്തു. എന്നിട്ട് അവരും തുടങ്ങി യുദ്ധം. അത്ര സ്ഥിതി എത്തി. ഒരു സ്ത്രീ പോലും റസൂലുള്ളാഹിക്കെതിരിൽ വരുന്ന അമ്പുകൾ അവരുടെ ശരീരം കൊണ്ട് അവർ തടുത്തു. അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അത്രയും ഭീഷണമായ അന്തരീക്ഷത്തിൽ അള്ളാഹ് ആ മുഅ്മിനീങ്ങൾക്ക് ചെയ്തു കൊടുത്തൊരവസ്ഥ എന്താണ്? നിങ്ങളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തരം ഒരു സെക്യൂരിറ്റി ഫീലിംഗ്, അമനത്തൻ, ഒരമനത്ത് അല്ലാഹു നിങ്ങൾക്ക് ഇറക്കി തന്നു. അത് ഏത് രൂപത്തിലാണ്? നുആസൻ, ഒരു കൃത്യമായ ബോധത്തിലല്ല, ഫുൾ ബോധമല്ല. ആ ഫുൾ ബോധം അങ്ങോട്ട് പോയിട്ട് ഒരു തൂക്കിയുറക്കിന്റെ സന്ദർഭത്തിൽ നമ്മൾ പലതും ചുറ്റും നടക്കുന്നത് അറിയുന്നുണ്ടാകും, കേൾക്കുന്നുണ്ടാവും, പക്ഷെ കൃത്യമായിട്ട് ബോധം ഉണ്ടാവില്ല. ആ മാതിരത്തെ ഒരു പ്രത്യേക അവസ്ഥ കൊടുത്തു മുഅ്മിനീങ്ങൾക്ക്. അങ്ങനെ രക്ഷിച്ചു. എന്നാൽ അവിടെ പരിസരത്തുണ്ടായിരുന്ന ഒരു വിഭാഗമുണ്ട്, അവർക്ക് ഹഖല്ല പ്രശ്നം. അവര് ഹക്കുമായി അള്ളാഹ് നിയോഗിച്ചിട്ടുള്ള റസൂലുള്ളാഹി അവർക്ക് പ്രശ്നം. അവർക്ക് അവരുടെ സ്വന്തം കാര്യമാണ്. ആരാണവർ? മുനാഫിഖുകളായിട്ടുള്ള ആളുകൾ.
മുനാഫിഖീങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. ഗുണം ഉണ്ടാകുകയാണെങ്കിൽ അത് അവകാശപ്പെടാനും എന്തെങ്കിലും ദോഷം വരികയാണെങ്കിൽ കുറ്റം പറഞ്ഞിട്ട് അവരവരുടെ സ്വന്തം കാര്യം സിന്ദാബാദ് പറയാൻ വരുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അധികം അവരെ ഹമ്മിലാക്കി തീർക്കുന്നത് അവരുടെ സുരക്ഷയുടെ പ്രശ്നമാണ്. അവരാ സമയത്ത് ആ സന്ദർഭത്തിൽ മുഅ്മിനീങ്ങളായ റസൂലുള്ളാഹിന്റെ കൂടെ ആ യുദ്ധക്കളത്തിൽ രണാങ്കണത്തിൽ ഉറച്ചു നിന്നിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു അമനതൻ നുആസൻ സുരക്ഷിതത്വത്തിന്റെ ഒരു വിശ്രാന്തി നൽകിയപ്പോൾ നിഫാഖുമായി മനസ്സിൽ വിശ്വാസത്തിന് പകരം നിഫാഖുമായി റസൂലുള്ളാഹിന്റെ കൂടെ ഓടി വന്നിട്ടുള്ള കുറച്ച് മുനാഫിഖുകളുണ്ട്. അവരാണെങ്കിൽ അവർക്ക് ആ അമനത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ നിർഭയാവസ്ഥ പോലും അല്ലാഹു കൊടുത്തിട്ടില്ല. ഇപ്പൊ വരുമോ വെട്ട്, ഇപ്പൊ വരുമോ കുത്ത്, ഇപ്പൊ ചാവുമോ എന്ന പേടിയുമായിട്ടാണ് അവർ നിൽക്കുന്നത്. അവരുടെ മനസ്സിലുള്ള തോന്നലുകളാണ് പറയുന്നത്. യമുന്നൂന ബില്ലാഹ് അള്ളാഹുവിനെ കുറിച്ച് അവർ കരുതാൻ തുടങ്ങി, അള്ളാഹുവിനെ കുറിച്ച് അവർ ധരിക്കാൻ തുടങ്ങി. ഗൈറൽ ഹഖ് ഹഖല്ലാത്ത ശരിയല്ലാത്ത അന്യായമായ പല തോന്നലുകളും, അന്യായമായ തെറ്റായ ഒരുപാട് തോന്നലുകൾ മനസ്സിൽ അവർക്ക് വരാൻ തുടങ്ങി. വന്നൽ ജാഹിലിയ്യ ഈമാനിന്റെയും ഇസ്ലാമിന്റെയും തോന്നലുകളല്ല, മറിച്ച് ജാഹിലിയ്യത്തിന്റെ തോന്നലുകൾ അവരുടെ മനസ്സിൽ വന്നു. യഖൂലൂൻ അവർ പറയുന്നു ഹല്ലനാ മിനൽ അംരി മിൻ ഷൈ നമുക്ക് കാര്യത്തിൽ നിന്ന് ഈ നിയന്ത്രണത്തിൽ നിന്ന് അല്പമെങ്കിലുമുണ്ടോ? അല്ലാഹ് നമ്മളെ സത്യത്തിന്റെ ആളുകൾ, മുഹമ്മദിന്റെ ആളുകൾ, മുഹമ്മദ് നബി നബിയാണ്, ഹക്കുമായി വന്നവനാണ് എന്ന് പറഞ്ഞല്ലോ, അത് സത്യാണോ? വല്ല നിയന്ത്രണം മുഹമ്മദ് നബിക്കുണ്ടോ? അല്ലാഹ് സഹായിക്കുന്നു പറഞ്ഞല്ലോ, വല്ല സഹായം ഉണ്ടോ? അവർ ചോദിക്കുന്നു. ഖുൽ അവരോട് പറഞ്ഞേക്കുക, ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്, ഇല്ല, ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ഒരു തരിമ്പ് പോലും നിങ്ങൾക്കില്ല, ഒരു തരിമ്പ് പോലും ഒരു സൃഷ്ടിക്കുമില്ല. മുഴുവനും അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അവൻ ശിക്ഷിക്കുന്നവരെ അവൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും, അവൻ രക്ഷിക്കേണ്ടവരെ അവൻ രക്ഷിക്കുക തന്നെ ചെയ്യും, അവൻ പരീക്ഷിക്കേണ്ട സന്ദർഭത്തിൽ പരീക്ഷിക്കേണ്ട അളവോളം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോ ആ മുനാഫിഖീങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള തെറ്റായ തോന്നലുകൾ, അതാണ് വിഷയം. ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് അതാണ്. അല്ലാഹുവിനെ കുറിച്ച് എന്തൊക്കെ തോന്നാൻ പറ്റുള്ളൂ, എന്തൊക്കെ തോന്നാൻ പാടില്ല. അല്ലാഹുവിനെ കുറിച്ച് തോന്നാവുന്നത് ലന്നുൽ ഹഖ്, ഹഖിന്റെ തോന്നലുകളെ മനസ്സിൽ വരാൻ പറ്റുള്ളൂ. ഏത് കടുത്ത പരീക്ഷണം വന്നാലും, ഉഹദ് യുദ്ധത്തിൽ അവിടെ അവര് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന അത്രയും കടുത്ത പരീക്ഷണമാണെങ്കിലും ശരി, ഇനി അതല്ലെങ്കിൽ അഹ്സാബ് യുദ്ധത്തിൽ ഖന്തഖിന്റെ സന്ദർഭത്തിൽ അവരുടെ മനസ്സുകൾ, അവരുടെ ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയിലേക്ക് ഇങ്ങോട്ട് കയറി എന്ന് പറഞ്ഞില്ലേ, അതുപോലുള്ള പരീക്ഷണം വന്നാലും, എന്തുമാത്രം ശക്തമായ പരീക്ഷണം വന്നാലും അള്ളാഹുവിനെ കുറിച്ച് നല്ലതല്ലാത്ത, ഹക്കായിട്ടുള്ളതല്ലാത്ത, ന്യായമായിട്ടുള്ളതല്ലാത്ത, സത്യമായിട്ടുള്ളതല്ലാത്ത ഒരു തോന്നലും മനസ്സിൽ വരാൻ പാടില്ല. ആർക്ക്? മുഅ്മിനായൊരു മനുഷ്യന്, മുവഹ്ഹിദായൊരു മനുഷ്യന്, മുഖ്ലിസായൊരു മനുഷ്യന്. എന്നാൽ അള്ളാഹുവിലുള്ള ഈമാൻ അത് വെറും വാക്കിൽ ഒതുങ്ങുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, തൗഹീദ് തഹ്ഖീഖ് ചെയ്തിട്ടില്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ, ഇഖ്ലാസ് അല്ലാഹ്ക്ക് മാത്രം വേണ്ടി ജീവിക്കുന്ന, അല്ലാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന മുവഹ്ഹിദായ ഒരു മനുഷ്യനല്ലെങ്കിൽ, പരീക്ഷണം വരുമ്പോൾ അവന്റെ മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ച് അവരുടെ മനസ്സിൽ വരുന്നത് വന്നൽ ജാഹിലിയ്യ, ഗൈറൽ ഹഖ് വന്നൽ ജാഹിലിയ്യ, അല്ലാഹുവിനെ കുറിച്ച് അവരുടെ മനസ്സിൽ വരുന്നത് അന്യായമായ ചിന്തകളാണ്, അന്യായമായ തോന്നലുകളാണ്, ജാഹിലിയ്യത്തിന്റെ തോന്നലുകളാണ് അവരുടെ മനസ്സിൽ വരിക. ഇതാണ് പ്രശ്നം. ആ തോന്നല് ഏതിൽ നിന്ന് ഉത്ഭൂതമാകുന്നു? തൗഹീദില്ലായ്മയിൽ നിന്ന്. അല്ലാഹുവിനെ കുറിച്ച് ഹക്കായ തോന്നൽ മാത്രം എങ്ങനെ വരുള്ളൂ? അത് തൗഹീദ് തഹ്ഖീഖ് ചെയ്തൊരു മനുഷ്യനിൽ നിന്ന്. എന്ത് പരീക്ഷണം വന്നാലും അവിടെ അയാൾ അല്ലാഹുവിനെ കുറിച്ച് നല്ലത് മാത്രമേ കരുതുള്ളൂ. കരുതേണ്ടത് കരുതാവുന്നത് അതേ മനസ്സിൽ വരുള്ളൂ. എന്നാൽ ഈമാൻ ഉറച്ചിട്ടില്ലാത്ത, തൗഹീദ് ഉറച്ചിട്ടില്ലാത്തവനൊരു ചെറിയ പരീക്ഷണം കാലൊന്ന് വെച്ചുത്തിയാൽ മതി, അതോട് കൂടിയിട്ട് വേണ്ടാത്തതവന്റെ മനസ്സിലേക്ക് താൻ ഓടി വരും. അങ്ങനെ വരുന്നവര് ഉറപ്പിച്ചോളും. പരീക്ഷണം വരുമ്പോ അത്തരത്തിലുള്ള ചിന്ത മനസ്സിലേക്ക് വരുന്ന ആളുകൾ ഉറപ്പിച്ചോളൂ, ഞാൻ സ്ട്രോങ് ആകേണ്ടതുണ്ട്, എന്റെ ഈമാൻ ഞാൻ കുറച്ചും കൂടി
അതിന്റെ ധാർഢ്യം വരുത്തേണ്ടതുണ്ട്. എന്റെ തൗഹീദ് അപകടത്തിലാണ്, റിസ്കിലാണ്, അത് ഉടനെ തന്നെ കൂടുതൽ സ്ട്രോങ് ആക്കേണ്ടതുണ്ട് എന്ന കാര്യം അവൻ ഉറപ്പിച്ചോട്ടെ. കാരണം ഇതാണ്. എന്നിട്ട് പറഞ്ഞു യുഖ്ഫൂന ഫീ അൻഫുസിഹിം മാ ലാ യുബ്ദൂന ലക്, താങ്കളുടെ മുന്നിൽ വെളിവാക്കാത്ത, പരസ്യപ്പെടുത്താത്ത പല തെറ്റായ തോന്നലുകളും അവരുടെ മനസ്സിൽ അവർ ഒളിപ്പിച്ചു വെക്കുന്നു. യഖൂലൂന, അവർ പറയും, ലൗ കാന ലനാ മിനൽ അംരി ശൈ, ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് അല്പമെങ്കിലും നമുക്കുണ്ടായിരുന്നുവെങ്കിൽ മാ ഖുത്ൽനാ ഹാഹുന, ഈ രണാങ്കണത്തിൽ മുശ്രിക്കുകളുമായുള്ള ഈ യുദ്ധത്തിൽ നമ്മൾ കൊല്ലപ്പെടുമായിരുന്നില്ല. ഖുൽ, അവരോട് പറയൂ, ലൗ കുൻതും ഫീ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലായിരുന്നാൽ പോലും, ലബറസല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ൽ ഇലാ മളാജിഇഹിം, ആരാണ് കൊല്ലപ്പെടേണ്ടത് എന്ന് അല്ലാഹ് തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ആർക്കാണ് മരണം വരേണ്ടത്, ആരാണ് വാളിനിരയാകേണ്ടത്, അത് അല്ലാഹ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കിടപ്പറയിലേക്ക് ആ മരണം അങ്ങോട്ട് ചെന്നുകൊള്ളും. വലിയബ്തലിയല്ലാഹു മാ ഫീ സുദൂരിക്കും, അവരുടെ ഹൃദയത്തിലുള്ളത് പരീക്ഷിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വലിയുമഹ്സിസ മാ ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തെ തംഹീസ് ചെയ്ത് ശുദ്ധീകരിച്ച് ഹഖിൽ ഉറച്ചു നിൽക്കുന്നവരെ ഉറപ്പിച്ചു നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. വല്ലാഹു അലീമും ബിദാത്തി സുദൂർ, ഹൃദയങ്ങളിലുള്ളത് അതിസൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു. അപ്പോ ഈ അധ്യായത്തിലുള്ള ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, മുസന്നിഫ് റഹിമഹുല്ലാ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലേക്ക് കടന്നു വരുന്ന പ്രയാസത്തിന്റെയും പരീക്ഷണത്തിന്റെയും ഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന തെറ്റായ ചിന്തകൾ, ആ ചിന്തകളെ സംബന്ധിച്ചാണ് മുസന്നിഫ് ഈ അധ്യായത്തിൽ പറയുന്നത്. അള്ളാഹിനെ കുറിച്ച് തെറ്റായ ചിന്തകൾ എപ്പോഴാണ് വരുന്നത്? ഈമാൻ ഉറച്ചിട്ടില്ലെങ്കിൽ, തൗഹീദ് അയാൾക്ക് ഉറച്ചിട്ടില്ലെങ്കിൽ, തൗഹീദിൽ വീഴ്ചയും കുറവും സംഭവിക്കുമ്പോഴാണ് മുനാഫിഖീങ്ങൾക്ക് കടന്നു വന്നതുപോലുള്ള തെറ്റായ ചിന്തകൾ കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് ആ ആയത്തിന്റെ ആ ഭാഗം മുസന്നിഫ് റഹിമഹുല്ലാ ആ തലവാചകമായി എടുത്തുകൊടുത്തത്. യളുന്നൂൻ, അവർ കരുതുന്നു. ആരാണ് കരുതുന്നത്? മുനാഫിഖുകളായ ആളുകൾ, തൗഹീദില്ലാത്ത ആളുകൾ. ആരെക്കുറിച്ച് കരുതുന്നു? ബില്ലാഹ്, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ കുറിച്ച്. എന്താണ് കരുതുന്നത്? ഗൈറൽ ഹഖ്, ഒരിക്കലും ഹഖല്ലാത്ത, ഒരിക്കലും സത്യമല്ലാത്ത, ഒരിക്കലും ന്യായമല്ലാത്ത തോന്നലുകളാണ് അവർ കരുതുന്നത്. അവരുടെ മനസ്സിൽ തോന്നുന്ന തോന്നലുകൾ ഓരോന്ന് നിങ്ങൾ വിശകലനം ചെയ്യൂ. വന്നൽ ജാഹിലിയ, അത് ജാഹിലിയത്തിന്റെ തോന്നലുകളാണ്, ഇസ്ലാമിന്റെ തൗഹീദിന്റെ ഇഖ്ലാസിന്റെ തോന്നലുകളല്ല. യഖൂലൂൻ, എന്നിട്ട് അവർ ചോദിക്കുന്നു, ഹല്ലനാ മിനൽ അംരി ശൈ, നമുക്ക് ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന്, അധികാരത്തിൽ നിന്ന് വല്ലതുണ്ടോ? ആ ചോദ്യം തന്നെ തെറ്റാണ്. കാരണം ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന്, ഈ പ്രപഞ്ചത്തെ ഭരിക്കാനുള്ള അധികാരത്തിൽ നിന്ന് ഒരു തരിമ്പ് പോലും അള്ളാഹു ഒരു സൃഷ്ടിക്കും കൊടുത്തിട്ടില്ല. അൽ അംറു കുല്ലുഹു ലില്ലാഹ്, പ്രപഞ്ചത്തിന്റെ നിയന്ത്രണവും അതിന്റെ അധികാരവും അവന്റെ കയ്യിൽ മാത്രമാണ്. അതിനാൽ ഖുൽ, അവരോട് ആദ്യമേ ആ രോഗത്തിന്റെ വേദറുത്ത് പറഞ്ഞേക്കുക, സംശയമല്ലാതെ. ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്, അംർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെതാണ്, നിയന്ത്രണം എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. അത് മുഴുവനും അള്ളാഹ്ക്കുള്ളതാണ്, ഒരു സൃഷ്ടിക്കും കൊടുത്തതല്ല. ഇതാണ് അധ്യായം. ഈ അധ്യായം കൊടുത്തിട്ട് സൂറത്ത് ആൽ ഇംറാനിലുള്ള 154-ാമത്തെ വചനത്തിൽ നിന്ന് പ്രസക്തമായിട്ടുള്ള ഈ ഭാഗം അധ്യായത്തിന്റെ തലവാചകം കൊടുത്തു. എന്നിട്ട് അതിന് തെളിവായിട്ട് മുസന്നിഫ് റഹിമഹുല്ലാ സൂറത്തുൽ ഫത്ഹിൽ നിന്നുള്ള ഒരായത്തും കൂടി കൊടുത്തു. വഖൗലുഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനം, അല്ലാഹീന ബില്ലാഹി വന്നസ്സൗ അലൈഹിം ദായിറത്തുസ്സൗ. ആ ആയത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ويعذب الله ويعذب المنافقين والمنافقات والمشركين والمشركات الظانين بالله ظن السوء عليهم دائرة السوء وغضب الله عليهم ولعنهم وأعد لهم جهنم وساءت مصيرا. ഇതാണ് അതിന്റെ 6-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഫത്ഹിലുള്ള 6-ാമത്തെ ആയത്ത്. അവൻ ശിക്ഷിക്കുന്നതിന് വേണ്ടി. ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്തിനു വേണ്ടി? ഈ ബദർ യുദ്ധം, ഉഹദ് യുദ്ധം, ഉഹദ് യുദ്ധത്തിലെ ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് എന്തിനു വേണ്ടി?
അതൊന്നും വെറുതെ അള്ളാഹ് ഉണ്ടാക്കുന്നതല്ല. ഈ പ്രപഞ്ചത്തിൽ ഏതൊരു കാര്യം നടന്നാലും അത് അള്ളാഹുവിന്റെ അറിവ് പ്രകാരം അവന്റെ തീരുമാനപ്രകാരം മാത്രം നടക്കുന്നതാണ്. ആ കാര്യങ്ങൾക്ക് മുഴുവനും അള്ളാഹുവിന് നല്ല ചില ലക്ഷ്യങ്ങളുണ്ട്. ഹിക്മ ബാലിഗ, അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, സ്വോദ്ദേശപൂർവമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു ഈ കാര്യങ്ങൾ ഇവിടെ പുലർത്തുന്നത്. ഇതെന്തിനു വേണ്ടിയായിരുന്നു അത്? വയുഅദ്ദിബൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത്, കപടന്മാരായിട്ടുള്ള പുരുഷന്മാരെയും കപടന്മാരായിട്ടുള്ള സ്ത്രീകളെയും മുനാഫിഖീങ്ങളെയും മുനാഫിഖാത്തുകളെയും അവരുടെ നിഫാഖ് പുറത്തു കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ വൽ മുശ്രിക്കീന വൽ മുശ്രിക്കാത്ത്, അവിശ്വാസിനികളായിട്ടുള്ള ബഹുദൈവ വിശ്വാസിനികളായിട്ടുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും അവരുടെ ശിർക്ക്, അവരുടെ കുഫ്ർ പുറത്തു കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഈ വിഭാഗങ്ങൾ അഥവാ മുനാഫിഖീങ്ങളും മുശ്രിക്കീങ്ങളും, മുനാഫിഖീങ്ങളിൽപ്പെട്ട ആണുങ്ങളും പെണ്ണുങ്ങളും മുശ്രിക്കീങ്ങളിൽപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും അവരൊക്കെ തന്നെ അല്ലാഹീന ബില്ലാ, അവരുടെ കോമൺ ഫീച്ചർ ഇതാണ്. അള്ളാഹിനെ കുറിച്ച് അവർ കരുതുന്നു ഏറ്റവും മോശപ്പെട്ട കരുത്ത്, മോശപ്പെട്ട ചിന്താഗതി മനസ്സിൽ വെച്ച് പുലർത്തുന്നവരാണ്. അവിടെ സൗ എന്ന് വായിക്കണോ സൂ എന്ന് വായിക്കണോ? സൗ എന്നുള്ളത് ഖുറാഉൽ കൂഫ, കൂഫക്കാർ അങ്ങനെയാണ് വായിക്കുക. കൂഫക്കാര് സൗ, സീനിന് ഫത്ഹ് കൊടുത്തിട്ടാണ് വായിക്കുക. എന്നാൽ ബസ്റക്കാര് സീനിന് ലമ്മ് കൊടുത്തിട്ട് സൂ എന്ന് വായിക്കും. അതുകൊണ്ട് രണ്ടും ഖിറാഅത്തിലുള്ളതാണ്. സൗ എന്ന് വായിച്ചാലും സൂ എന്ന് വായിച്ചാലും രണ്ടും ഖിറാഅത്തിലുള്ളതാണ്, സ്ഥിരപ്പെട്ട ഖിറാഅത്തുകളാണ്. ഫർറായ് പറഞ്ഞു അങ്ങനെ സൗ സൂ എന്ന് വായിക്കുന്നിടത്ത് സീനിന് ഫത്ഹ് കൊടുക്കലാണ് കൂഫക്കാരുടെ രീതിയാണ് അറബിയിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഖിറാഅത്ത് രണ്ടും സ്ഥിരപ്പെട്ടതാണെങ്കിലും ഏറ്റവും അധികം വായിക്കപ്പെടുന്ന, ഏറ്റവും അധികം റെസിറ്റേഷനിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന വായനാരീതി അസ്സൗ എന്നുള്ളതാണ്. ഒരാൾ സൂ എന്ന് വായിച്ചാൽ തെറ്റല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും അള്ളാഹുവിനെ കുറിച്ച് അവർ മോശമായിട്ടുള്ള തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തുന്നു. അലൈഹിം ദാഇറത്തുസ് സൗ, എന്നാൽ ആ തെറ്റായ ചിന്താഗതി, അതിന്റെ വിപത്ത് അവരുടെ മേൽ തന്നെയാണ്. അള്ളാഹിനെ കുറിച്ച് കരുതുന്ന ആ തെറ്റായ ഒരു ധാരണയും പ്രസക്തമല്ല, അത് ശരിയല്ല, അള്ളാഹ്ക്ക് ബാധകമല്ല. അള്ളാഹിൽ നിന്ന് എത്രയോ ഉയരത്തിലാണ്, ഉന്നതനാണ് സുബ്ഹാന റബ്ബി. എന്നാൽ അതിന്റെ ഭവിഷ്യത്ത്, അതിന്റെ എല്ലാ വിധത്തിലുള്ള ഭവിഷ്യത്തുകളും അവരുടെ മേൽ തന്നെയാണുള്ളത്. അങ്ങനെ തെറ്റായ ചിന്താഗതി അള്ളാഹിനെ കുറിച്ച് വെച്ചു പുലർത്തുക കാരണത്താൽ വഗളിബല്ലാഹു അലൈഹിം, അള്ളാഹു അവരോട് കോപിച്ചിരിക്കുന്നു. വലഅനഹും, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. വഅദ്ദലഹും ജഹന്നം, അവർക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി കാത്തിരിക്കുന്നത് നരകമാണ്. വസഅത് മസീറ, അവർക്കിനി ചെന്നെത്താനുള്ള സങ്കേതം എത്ര ചീത്തയാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതും ഉഹദ് യുദ്ധത്തിന്റെ സാഹചര്യത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. സൂറത്തുൽ ഫത്ഹിൽ പറഞ്ഞിട്ടുള്ള ഈ ആയത്തിലെ ഈ ഭാഗവും ഉഹദ് യുദ്ധത്തിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. ഒരു സംഗതി, ഒരു മുഅ്മിനായ മനുഷ്യൻ അയാൾ ഈ ലോകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളെ എങ്ങനെ വിലയിരുത്തുള്ളൂ? ഈ ലോകത്തുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അള്ളാന്റെ അനാദിയായ ഇൽമിൽ മുൻകഴിഞ്ഞതാണ്. അള്ളാഹു അത് അവന്റെ ഒരു ഏട്ടിൽ ലൗഹിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. അതതിൻ്റെതായ സന്ദർഭത്തിൽ അള്ളാന്റെ മശീയത്ത്, അള്ളാന്റെ വേണ്ടുക കൊണ്ട് മാത്രം അത് പുലർന്നു വരുന്നതാണ്. അങ്ങനെ പുലർന്നു വരുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അവന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് നമുക്കൊരു ഖൈറായത് എന്ന് നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണെങ്കിലും ഷർറായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണെങ്കിലും രണ്ടും അള്ളാഹുവിന്റെ അറിവും അവന്റെ തീരുമാനവും അനുസരിച്ചാണ്. അത് രണ്ടും നമ്മൾ സ്വീകരിക്കണം. അത് രണ്ടിനെയും സന്തോഷപൂർവ്വം നമ്മൾ ഏറ്റുവാങ്ങാൻ ബാധ്യസ്ഥരാണ്. അതിൽ നമുക്കൊരു പക്ഷേ ഒരു ഷർറായി തോന്നുന്ന ഒരു കാര്യം വന്നാൽ അള്ളാഹിനെ കുറിച്ച് മോശം കരുതരുത്. അതിന് അള്ളാഹ്ക്ക് ചില പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട്. ഹിക്മത്തുൻ ബാലിഗ, അങ്ങേയറ്റത്തെ ബൃഹത്തായ സ്വോദ്ദേശപൂർവമായ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അള്ളാഹു അത് ചെയ്തിട്ടുള്ളത് എന്ന് വിശ്വസിക്കുകയും അള്ളാഹിനെ ഹംദ് ചെയ്യുകയും അങ്ങനെ അള്ളാഹുവിനുള്ളവരാണ്, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന് അനുസ്മരിക്കുകയും ചെയ്യേണ്ടവരാണ് വിശ്വാസികൾ.
എന്നാൽ ഇങ്ങനെ തൗഹീദിലും തഖ്ദീറിലും വിശ്വാസമില്ലാത്ത ആളുകൾ, മുശ്രിക്കുകളും മുനാഫിക്കുകളുമായ ആളുകൾ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും അല്ലാഹനെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരും. അല്ലാഹനെ കുറിച്ച് അവർ തെറ്റായ പല തോന്നലുകളും അവർ തോന്നും. യദുന്നൂന ബില്ലാഹി ഗൈറൽ ഹഖ് വന്നൽ ജാഹിലിയ്യ. ഇതാണ് അവരുടെ സ്വഭാവം. ഇത് പറഞ്ഞു. ഇത് പറഞ്ഞതിന് ശേഷം ഖാല ഇബ്നുൽ ഖയ്യിം, ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ഫിൽ ആയത്തിൽ ഊല, ഒന്നാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ. ഒന്നാമത്തെ ആയത്ത് എന്ന് പറഞ്ഞാൽ സൂറത്തു ആൽ ഇംറാനിലെ 154-ാമത്തെ ആയത്ത്, അഥവാ ഹെഡിങ്ങിൽ മുസന്നിഫ് റഹിമഹുല്ലാ ചേർത്ത് കൊടുത്തിട്ടുള്ള ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത്? ഫുസ്സിറ ഹാദൽ ളൻ, അവര് അല്ലാഹനെ കുറിച്ച് ഹഖല്ലാത്ത ന്യായമല്ലാത്ത പലതും കരുതുന്നു എന്ന് പറഞ്ഞല്ലോ. ആ അവരുടെ തെറ്റായ തോന്നലുകൾ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്: ബിഅന്നഹു സുബ്ഹാന, അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യൻസുറു റസൂല, അല്ലാഹുവിന്റെ റസൂലിനെ സഹായിക്കില്ല. കണ്ടോ, മുഹമ്മദ് നബി ഇങ്ങനെ പറഞ്ഞ് നമ്മളൊക്കെ പറഞ്ഞു ധരിപ്പിച്ചെന്താണ്? അള്ളാന്റെ സഹായം വരുന്നല്ലേ. ഉണ്ടെങ്കിൽ ഇപ്പൊ നോക്കൂ, മുഹമ്മദ് നബിക്കാണ് റസൂലുള്ളാന്റെ തലയിൽ ആഴത്തിന് മുറിവേറ്റു, റസൂലുള്ളാന്റെ പല്ല് പൊട്ടി, ഇങ്ങനെ പലതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ ഈ യുദ്ധക്കളത്തിൽ വെച്ച് സംഭവിച്ചില്ലേ? അതുകൊണ്ട് അള്ളാഹു തന്റെ റസൂലിനെ സഹായിക്കില്ല എന്നാണ് പറഞ്ഞത് എന്നാണ് അവരുടെ മനസ്സിൽ അവർ കരുതിയത്. കാരണം അള്ളാഹു റസൂലിന് ശരിക്കും വിശ്വാസമല്ല. അതുപോലെ തന്നെ അംറഹു സയൽമഹിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം ഇനി അങ്ങനെ അത് ശോഷിച്ച് അതില്ലാതായി പോവുക തന്നെ ചെയ്യും. മക്കത്ത് നാട്ടിവിട്ട് ഇപ്പോൾ അവിടെ മദീനത്ത് വന്ന്, മദീനത്ത് നിന്ന് ആദ്യം എങ്ങനെ ഒരു യുദ്ധത്തിന് ഒരു ഇതിൽ അവർ പരാജയപ്പെട്ടു പോയി. അന്ന് കരുതിപ്പോയി, ഇല്ല കിട്ടി, ഇപ്പൊ കണ്ടില്ലേ ഇത് ഇതോടുകൂടി തന്നെ അവസാനിക്കും എന്ന് അവർ പറയും. ഇതാണ് മുനാഫിഖീങ്ങളുടെ സ്വഭാവം. അള്ളാന്റെ റസൂലിനെ സഹായിക്കില്ല എന്ന് കരുതിയതാണ് ഈ തെറ്റായ കരുതലിന്റെ ആദ്യത്തെ വ്യാഖ്യാനം. ഒരു വ്യാഖ്യാനം അതാണ്. വഫുസ്സിർ, അതുപോലെ തന്നെ അതിന് നൽകപ്പെടുന്ന അവരുടെ തെറ്റായ തോന്നലുകൾക്കുള്ള അടുത്ത വ്യാഖ്യാനം അന്നമ അസാബഹും ലം യകുൻ ബിഖദരില്ലാഹി വഹിക്മതിഹി, അവർക്ക് മുഅ്മിനീങ്ങൾക്ക് ബാധിച്ചത്, റസൂലുള്ളാഹിക്ക് ബാധിച്ചത്, കൂടെയുള്ള സ്വഹാബികൾക്ക് ബാധിച്ചത്, ആ സ്വഹാബികളിൽപ്പെട്ട മുഖ്താര്യങ്ങളായ പലരും രക്തസാക്ഷ്യം വരിച്ചത്, പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്, ഇതൊക്കെ തന്നെ അള്ളാന്റെ തീരുമാനമനുസരിച്ചല്ല, അള്ളാഹ് അനുസരിച്ചല്ല, ഖദർ അനുസരിച്ചല്ല, വഹിക്മതിഹി, അള്ളാഹ്ക്ക് അതിൽ പ്രത്യേകമായ സ്വോദ്ദേശപൂർവമായ ലക്ഷ്യങ്ങളുണ്ട് എന്നവർ വിശ്വസിക്കില്ല. അള്ളാന്റെ ഹിക്മത്തും ഖലാവൊന്നും ഇതിനില്ല. അത് ഇവർ വേണ്ടാത്തരം ചെയ്തു, അതിന്റെ ഫലം അവർ അനുഭവിക്കുന്നു. ഇതാണ് ഇവരുടെ വിശ്വാസം. കാരണം ഖലാ ഖദറിൽ അവർക്ക് വിശ്വാസമല്ല. മുനാഫിഖീങ്ങളുടെ സ്വഭാവം അതാണ്. അതുകൊണ്ടാണ് അങ്ങനെ അവർ കരുതുന്നത്. ഫഫസ്സർ, അങ്ങനെ അവിടെ വ്യാഖ്യാനിച്ചത് ബിഇൻകാരിൽ ഹിക്മ, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് അള്ളാഹുവിന്റെ ഒരു ഹിക്മത്തുണ്ട്, സ്വോദ്ദേശപൂർവമായ ലക്ഷ്യങ്ങളുണ്ട് എന്നതിനെയാണ് അവർ നിഷേധിച്ചത്. വഇൻകാരിൽ ഖദർ, അള്ളാഹു കണക്കാക്കിയത് പ്രകാരം മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഖദറിന്റെ വിശ്വാസത്തെയാണ് അവർ നിഷേധിച്ചത്. വഇൻകാരി അൻ യതിമ്മ അംറു റസൂലി, റസൂലുള്ളാഹിന്റെ കാര്യം ഇവിടെ പൂർത്തിയാകും, ഈ ദീൻ ഇവിടെ വിജയിക്കുമെന്ന കാര്യം അള്ളാഹു പറഞ്ഞിട്ടുള്ള ആ വാഗ്ദാനത്തെയാണ് അവർ നിഷേധിച്ചത്. വഅൻ യുദ്ഹിറഹുല്ലാഹു അലദ്ദീനി കുല്ലിഹി, അതുപോലെ തന്നെ റസൂലുള്ളാഹ് കൊണ്ടുവന്നിട്ടുള്ള ഈ ദീൻ ലോകത്തുള്ള എല്ലാ മതങ്ങളെക്കാളും അതിജയിക്കുമെന്ന് അള്ളാഹു നൽകിയിട്ടുള്ള വാഗ്ദാനത്തെയാണ് അവർ നിഷേധിച്ചത്. വഹാദാ ഹുവ ളന്നുസ്സൗ, അതാണ് അവരുടെ തെറ്റായ കരുത്ത്, തെറ്റായ ധാരണ. അല്ലദീ ളന്നഹുൽ മുനാഫിഖൂൻ വൽ മുശ്രികൂൻ ഫീ സൂറത്തിൽ ഫത്ഹ്, മുശ്രിക്കീങ്ങളും മുനാഫിഖീങ്ങളും ആ തെറ്റായ ധാരണകൾ മനസ്സിൽ വെച്ചു പുലർത്തിയെന്ന് സൂറത്തുൽ ഫത്ഹിൽ, ഫത്ഹ് അധ്യായത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഈ കാര്യമാണ്. ഏതൊക്കെയാണ്? ഒന്ന് നമുക്കെണ്ണാം. അള്ളാഹ് തന്റെ റസൂലിനെ സഹായിക്കില്ല. ഇവിടെ നടന്നിട്ടുള്ളത് അള്ളാന്റെ ഖദർ അനുസരിച്ചല്ല. ഇവിടെ നടന്നിട്ടുള്ളതിന് സ്വദേശപൂർവമായ ലക്ഷ്യങ്ങളില്ല.
അള്ളാന്റെ ഖദറിനെ നിഷേധിക്കുന്നു, ഹിക്മത്തിനെ നിഷേധിക്കുന്നു, അള്ളാഹ് മുഹമ്മദ് നബിയെ സഹായിക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനത്തെ നിഷേധിക്കുന്നു, മുഹമ്മദ് നബി കൊണ്ടുവന്നിരിക്കുന്ന ദീൻ എല്ലാ മതങ്ങളെക്കാളും അതിജയിക്കുമെന്നുള്ള വാഗ്ദാനത്തെ നിഷേധിക്കുന്നു. മറിച്ച് മുഹമ്മദ് നബിയുടെ കാര്യം ഇതാ ശോഷിച്ചില്ലാതായി പോകും എന്നവർ പറയുന്നു. ഈ കാര്യത്തെയാണ് അവർ മനസ്സിൽ കരുതി നടന്നത്. അതിനെയാണ് ഇവിടെ ലന്നുൽ ജാഹിലിയ്യ എന്നെല്ലാം വിശേഷിപ്പിച്ചിട്ടുള്ളത്. വഇന്നമാ കാന ഹാദാ ലന്നസ്സൗ. ഇതെന്തുകൊണ്ടാണ് തെറ്റായ ഒരു തോന്നൽ, തെറ്റായ ഒരു ചിന്താഗതി എന്ന് ഇതിനെക്കുറിച്ച് പറയുന്നത്? ലിഅന്നഹു ലന്നു ഗൈരി മാ യലീഖു ബിഹി സുബ്ഹാന. കാരണം ഈ ധാരണ, ഈ ചിന്താഗതി അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുക എന്നുള്ളത് ഒരിക്കലും ഭൂഷണമല്ല, ഒരിക്കലും സത്യമല്ല, തീർത്തും തെറ്റാണ് എന്നതിനാലാണ്. വമാ യലീഖു ബിഹിക്മതി. ഇത് അള്ളാഹുവിന്റെ ഹിക്മത്തിനോട്, അവന്റെ സ്വോദ്ദേശപൂർവമായ ലക്ഷ്യങ്ങളോട് നിരക്കില്ല എന്നതിനാൽ ഇത് അള്ളാഹുവിലേക്ക് ചേർക്കുന്നത് തെറ്റാണ്. വഹംദിഹി. ഇത് അള്ളാഹുവിന്റെ ഹംദിനോട് നിരക്കാത്തതാണ്. വവഅദിഹി സ്വാദിഖ്. അള്ളാഹു നൽകിയിട്ടുള്ള സത്യസന്ധമായ വാഗ്ദാനമില്ലേ, ആ വാഗ്ദാനത്തോട് നിരക്കില്ല എന്നതിനാലാണ് ഇതിനെ ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും ദുഷിച്ച ചിന്താഗതി എന്ന് വിശേഷിപ്പിച്ചത്. ഫമൻ വന്ന. ഒരാൾ കരുതുന്നുവെങ്കിൽ അന്നഹു യുദീലുൽ ബാത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബാത്തിലിനെ പകരം കൊണ്ടുവരും. ഏതിനേക്കാൾ? അലൽ ഹഖ്. ഹഖിന്റെ മേൽ ഹഖിനെ മാറ്റിയിട്ട് പകരം ബാത്തിലിനെ കൊണ്ടുവരും. ഇദാലത്തൻ മുസ്തഖിറത്തൻ. എങ്ങനെ? സ്ഥിരമായി ഹഖ് പരാജയപ്പെട്ട് ബാത്തിൽ സ്ഥിരമായി ഇവിടെ തമ്പടിച്ചു നിൽക്കും, ഇവിടെ വിജയിച്ചു വരുമെന്നൊരാൾ കരുതിയാൽ, അതോടുകൂടി സത്യം എന്നേക്കുമായിട്ട് ശോഷിച്ച് നാമാവശേഷമാകുമെന്നൊരാൾ കരുതിയാൽ, ഔ അൻകർ, അല്ലെങ്കിൽ ഒരാൾ നിഷേധിക്കാൻ മെനക്കെട്ടാൽ, അവിടെ ഉഹദ് യുദ്ധത്തിൽ നടന്നിട്ടുള്ള കാര്യം അല്ലാഹുവിന്റെ ഖദാഇന്റെയും ഖദറിന്റെയും മുൻകൂട്ടിയുള്ള നിശ്ചയത്തിന്റെയും തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് എന്നതൊരാൾ നിഷേധിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ, ഔ അൻകർ, അല്ലെങ്കിൽ ഒരാൾ നിഷേധിക്കാൻ ഉദ്യമിക്കുന്നു, അയ്യകൂന ഖദ്റഹു ലിഹിക്മത്തിൻ ബാലിഗ, അല്ലാഹു അതെല്ലാം കണക്കാക്കിയത് സ്വോദ്ദേശപൂർവമായ ലക്ഷ്യങ്ങൾക്കാണ് എന്നുള്ള ആ സത്യത്തെ ഒരാൾ നിഷേധിക്കാൻ മുന്നോട്ട് വരികയാണെങ്കിൽ, യസ്തഹിഖു അലൈഹൽ ഹംദ്, അവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യവും അത് അല്ലാഹു സ്വോദ്ദേശപൂർവം ചെയ്തതാണ്, അതിന് അല്ലാഹുവിന് അവനെ നമ്മൾ ഹംദ് ചെയ്യണം, അവൻ എല്ലാ ഹംദും അർഹിക്കുന്നവനാണ് എന്നതിനെ ഒരാൾ നിഷേധിച്ചാൽ, ബൽ സഅമ, മറിച്ച് ഒരാൾ വാദിക്കുന്നത്, അന്നദാലിക ലിമശീഅത്തിൻ മുജറദ, അത് അല്ലാഹു അങ്ങനെ ഉദ്ദേശിച്ചു, അതിന് പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല, അത് മുൻകൂട്ടി കണക്കാക്കിയെന്നും പറഞ്ഞുകൂടാ, അത് ഇവരുടെ കൊള്ളരുതായ്മ കൊണ്ട്, മുഹമ്മദ് നബിയുടെ ആസൂത്രണത്തിൽ പറ്റിയ പാളിച്ച കൊണ്ട് സംഭവിച്ചു എന്നൊക്കെയാണ് ഒരാൾ പറയുന്നതെങ്കിൽ, ദാലിക ലന്നുൽ ലദീന കഫറു, അത് അവിശ്വാസികളുടെ തെറ്റായ ചിന്താഗതിയാണ്. ഫവൈലുൽ ലല്ലദീന കഫറു മിനന്നാർ, ആ അവിശ്വാസികൾക്ക് മഹാനാശം, നരകത്തിലെ വൈൽ അവർക്കാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒന്നുമല്ല, അവിടെ നടന്നത് മുഴുവനും അള്ളാഹുവിന്റെ അനാദിയായ ഇൽമിൽ മുൻകഴിഞ്ഞത്, അവൻ രേഖപ്പെടുത്തി വെച്ചത്, അവന്റെ പ്രത്യേകമായ മശീഅത്ത് പ്രകാരം ഉദ്ദേശം കൊണ്ട്, അവന്റെ വേണ്ടുക കൊണ്ട് മാത്രം പുലർന്നത്, അത് അള്ളാന്റെ ഖലാ ഖദറിൽ പെട്ടതാണെന്ന് മാത്രമല്ല, അതിന് അള്ളാഹ്ക്ക് പ്രത്യേകമായ ഉദ്ദേശങ്ങളുണ്ട്, സ്വോദ്ദേശപൂർവമായ ലക്ഷ്യങ്ങളുണ്ട്. അതെന്താ? ഇങ്ങനെയുള്ള മുനാഫിഖീങ്ങളെയും മുശ്രിക്കീങ്ങളെയും വേർതിരിച്ച് സൊഫിൽ നിന്ന് മാറ്റി നിർത്തുക. അതേ സന്ദർഭത്തിൽ മുഅ്മിനീങ്ങളായ ആളുകൾ ഇവരൊരു അഗ്നി പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തെ സ്ഫുടം ചെയ്തെടുക്കുക, പരീക്ഷണത്തിലൂടെ സ്ഫുടം ചെയ്തെടുക്കുക, എന്നിട്ട് സത്യത്തിന്റെ ആളെ ഉറപ്പിച്ചു നിർത്തുക, അസത്യത്തിന്റെ ആളുകളെ ഈ പരീക്ഷണത്തിൽ തെറിപ്പിച്ച് കളയുക. അള്ളാഹ്ക്ക് ലക്ഷ്യങ്ങളുണ്ട്, ആ ലക്ഷ്യപ്രകാരമാണ്. അതല്ല ഇതൊക്കെ വെറുതെ അങ്ങോട്ട് പുലർന്നു, വെറുതെ ഉണ്ടായി എന്നാണ് അവരുടെ തെറ്റായ ചിന്താഗതിയെങ്കിൽ, അവർക്കുള്ളത് അങ്ങനെ കരുതുന്ന ആളുകൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അവന്റെ തൗഹീദിൽ വിശ്വസിക്കുന്നില്ല, അവന്റെ ഖലാഇൽ വിശ്വസിക്കുന്നില്ല, അവന്റെ ഖദറിൽ വിശ്വസിക്കുന്നില്ല, അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും ഹിക്മത്തും ബാലിഗത്തിനാണ്, സ്വോദ്ദേശപൂർവമായ ലക്ഷ്യങ്ങൾക്കാണെന്ന് അവർ കരുതുന്നില്ല. അത്തരം മോശമായ ഇതൊന്നും വിശ്വസിക്കാത്തവരുടെ മോശമായ ചിന്താഗതി, കാഫിരീങ്ങളുടെ ചിന്താഗതി അവർക്കൊരുക്കി വെച്ചത് നരകമാണ്. ഭൂരിഭാഗം ആളുകളും കരുതുന്നത്, അള്ളാഹിനെ കുറിച്ച് അവർ കരുതുക, ഒട്ടുമിക്ക ആളുകൾ തൗഹീദ് തഹ്ഖീഖ് ചെയ്യാത്ത ആളുകൾ അള്ളാഹിനെ കുറിച്ച് കരുതുന്നത് ലന്നസ്സു, ഇത്തരത്തിലുള്ള ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലുള്ള മോശം ചിന്താഗതിയാണ് അള്ളാഹിനെ കുറിച്ച് അവരുടെ മനസ്സിലുണ്ടാകുക. ഫീമാ യഖ്തസ്സു ബിഹിം വഫീമാ യഫ്അലുഹു ബിഗൈരിഹിം, അവർക്ക് വന്നതോ അല്ലെങ്കിൽ മറ്റു ചിലർക്ക് ബാധിച്ചതോ ആയ കാര്യത്തിൽ ഇത് എത്ര ആളുകളുണ്ട്?
നമ്മൾ സംസാരിച്ച അള്ളാഹിനെ കുറിച്ച് മോശമായി സംശയം ചോദിക്കുക എന്നുള്ള പേരിൽ പോലും പലരും പറയുന്നത് ഇതാണ്. ഓരോ മനുഷ്യന് അള്ളാഹ് കൊടുത്തിട്ടുള്ള ചില പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങൾ കാണുമ്പോൾ അള്ളാഹ് നീതിമാനാണെങ്കിൽ എന്തിനാണിപ്പോൾ അത് അങ്ങനെയൊക്കെ, എന്തിനാണിപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എനിക്കത് വരാൻ പറ്റുമായിരുന്നോ, ഞാനതൊന്നും അനുഭവിക്കേണ്ട ആളല്ലല്ലോ, ഇങ്ങനെ അത് അവനവനൊരു പരീക്ഷണം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് ഹിക്മത്ത് ബോധ്യപ്പെടാൻ പ്രയാസപ്പെട്ടതോ ആയ ഒരു കാര്യം മുന്നിൽ വരുമ്പോൾ ഉടനെ തന്നെ അള്ളാഹിനെ കുറിച്ച്, അവന്റെ ഖദാഇനെ കുറിച്ച്, അവന്റെ ഖദറിനെ കുറിച്ച്, അവന്റെ ഹിക്മത്തിനെ കുറിച്ച് അവൻ സംശയിക്കുകയായി. എന്നിട്ട് വേണ്ടാത്ത ചിന്താഗതി മനസ്സിൽ വരികയായി. വലാ യസ്ലമു മിൻ ദാലിക്, അത്തരം മോശം ചിന്താഗതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്നേ മാർഗമുള്ളൂ, ഒരാൾക്കേ സാധിക്കൂ. ഇല്ലാ മൻ അറഫല്ലാഹ്, അള്ളാഹിനെ അറിയേണ്ടതാണ്. അള്ളാഹിനെ അറിയണം, വേണ്ടതുപോലെ മനസ്സിലാക്കിയിരിക്കണം. വസ്മഅഹു, അള്ളാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമങ്ങൾ അറിഞ്ഞിരിക്കണം. വസിഫാതി, അള്ളാഹുവിന്റെ അത്യുന്നതമായ ഗുണവിശേഷങ്ങൾ അറിഞ്ഞിരിക്കണം. വമൂജിബ ഹിക്മതി, അള്ളാഹുവിന്റെ ഹിക്മത്ത്, അവന്റെ സ്വോദ്ദേശപൂർവമായ ലക്ഷ്യങ്ങളെ കുറിച്ച് അറിവ് വേണം. വഹംദിഹി, അള്ളാഹുവിനെ നമ്മൾ ഹംദ് ചെയ്യേണ്ടതിന്റെ അനിവാര്യത, അവന്റെ കമാൽ, അവന്റെ ഇഫ്ളാൽ, അത് അവൻ അന്യൂനനാണ്, അവൻ ഏറ്റവും പൂർണ്ണതയുള്ളവനാണ്, അവൻ എല്ലാ ഇഫ്ളാലും എല്ലാ അനുഗ്രഹവും ചെയ്യുന്നവനാണ്, അതുകൊണ്ട് ഹംദ് അർഹിക്കുന്നവനാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. വവഅദിഹി സ്വാദിഖ്, അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ, സത്യസന്ധമായ വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങൾ അറിയണം. അങ്ങനെ തൗഹീദ്, അള്ളാഹിനെ അറിഞ്ഞ്, അസ്മാ അറിഞ്ഞ്, സിഫാത്ത് അറിഞ്ഞ്, ഹിക്മത്ത് അറിഞ്ഞ്, അവന്റെ വഅദറിഞ്ഞ്, ശരിക്ക് അള്ളാഹിനെ അറിഞ്ഞ ഒരു മുഖ്ലിസായ ഒരു മുഹഖ്ഖിഖ്, തൗഹീദിനെ തഹഖീഖ് ചെയ്ത ഒരാൾക്ക് ഈ തെറ്റായ ചിന്താഗതി മനസ്സിലേക്ക് വരാതെ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് നല്ലോണം ഇന്ന് പോകുമ്പോൾ, കാറിന്നോ അല്ലെങ്കിൽ ബസ്സിന്നോ പോകുമ്പോൾ വേറുള്ള കാഴ്ച കാണാൻ നിൽക്കണ്ട. ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചടികളിൽ തന്റെ റബ്ബിനെ കുറിച്ച് തന്റെ മനസ്സ് തന്നോട് പറഞ്ഞതെന്ത്, അല്ലെങ്കിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തി. ഹാസിബു അൻഫുസക്കും ഖബ്ല അൻ തുഹാസബു, എന്നിട്ട് എവിടെയാണ് ഫജ്വ, എവിടെയാണ് വിശ്വാസത്തിൽ, എവിടെയാണ് ഗ്യാപ്പ് വന്നത്, എവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ദൗർബല്യം, അതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അള്ളാഹിനെ നമ്മൾ അറിഞ്ഞിട്ടില്ല. അള്ളാഹിനെ അറിയേണ്ട രൂപത്തിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ, അവന്റെ അസ്മാകളിലൂടെ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഉത്കൃഷ്ടമായ നാമങ്ങളിലൂടെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അവന്റെ ഗുണവിശേഷങ്ങൾ നമ്മൾ ശരിക്ക് ഗ്രഹിച്ചിരുന്നുവെങ്കിൽ, അവന്റെ ഗുണവിശേഷങ്ങളെ ഗ്രഹിക്കേണ്ട രൂപത്തിൽ ശരിക്ക് ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ, അവന്റെ ഹിക്മത്തിനെ കുറിച്ച്, ഹിക്മത്തും ബാരികത്തിനെ കുറിച്ച്, അവന്റെ വഅദിനെയും അവന്റെ വഈദിനെയും കുറിച്ച് അറിയേണ്ട വിധത്തിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുമായിരുന്നോ? ഇല്ല, ഞാൻ അള്ളാഹിനെ അറിഞ്ഞിട്ടില്ല, അറിയേണ്ട രൂപത്തിൽ അറിഞ്ഞിട്ടില്ല, അള്ളാഹിനെ കുറിച്ച് മനസ്സിൽ ഞാൻ സ്വരൂപിക്കേണ്ടതായ വിഭാവന ശരിയായ വിധത്തിൽ എന്റെ മനസ്സിൽ ഞാൻ സ്വരൂപിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക്, പല ഭാഗത്തു നിന്നുമുള്ള ആക്രമണങ്ങൾക്ക് എന്റെ വിശ്വാസം വിധേയമാണ്, ഞാനിതാ വീണു പോകും. അതുകൊണ്ട് ആ ഗ്യാപ്പ്, ആ ഫജ്വത്ത്, ആ ഗ്യാപ്പ് പരിഹരിക്കാൻ നോക്കണം, ആ വീക്ക്നെസ് പരിഹരിക്കാൻ നോക്കണം. എന്നിട്ട് ഈമാനിന്റെ കാര്യത്തിൽ, തൗഹീദിന്റെ കാര്യത്തിൽ ശക്തരാകണം. ഫൽയഅ്തനിൽ ലബീബുൻ നാസിഹു ലിനഫ്സിഹി, സ്വന്തത്തോട് ഗുണകാംക്ഷയുള്ള ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ, അവൻ യഥാർത്ഥത്തിൽ അവൻ ഈ കാര്യത്തിൽ ഗൗരവം കൈക്കൊള്ളണം. ഇതവൻ ഗൗനിക്കണം, വെറുതെ വിടരുത്. വല്യത്തുബിലല്ല, ഇതിൽ വന്നു പോയിട്ടുള്ള തെറ്റായ ചിന്താഗതി മനസ്സിൽ വന്നതിന് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യണം. വല്യസ്താഗ്ഫിറ, അള്ളാഹുവിനോട് പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടിയിട്ട് അവൻ കരയണം. മിൻ ദന്നിഹി ബിറബ്ബിഹി ദന്നസ്സൗ, തന്റെ റബ്ബിനെ കുറിച്ച് എന്തെല്ലാം നന്മകൾ ചെയ്തു തന്ന ഒരു പരീക്ഷണം തന്നത്, അത് എനിക്ക് നന്മക്ക് വേണ്ടിയ പരീക്ഷണം തന്നത്. എപ്പോഴാ പരീക്ഷണം അല്ലാഹ് തരിക? ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, ഒരുത്തരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണെങ്കിൽ അവരെയാണ് അള്ളാഹ് പരീക്ഷിക്കുക. ഒരുത്തരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണെങ്കിൽ അവരെയാണ് അള്ളാഹ് പരീക്ഷിക്കുക. ആ ഇഷ്ടത്തിന്റെ ലക്ഷണമായി വന്നൊരു പരീക്ഷണത്തെ അള്ളാഹിനെ കുറിച്ച് മോശമായ കാര്യങ്ങൾ കരുതാൻ നമ്മൾ കാരണമാക്കിയെങ്കിൽ നമ്മൾ എന്തുമാത്രം മോശപ്പെട്ടവരാണ്. അതിന് അള്ളാഹുവിനോട് നമ്മൾ കരഞ്ഞാൽ, കണ്ണീരൊഴിപ്പിച്ചാൽ മതിയാകുമോ? വലൗ ഫത്തശ്ത മൻ ഫത്തശ്ത്, നീ നിന്നെക്കുറിച്ച് പോട്ടെ, നിനക്ക് ചുറ്റുമുള്ള ആളുകൾ, നിന്റെ സഹവാസികളായിട്ടുള്ള ആളുകൾ, അവരെ കുറിച്ച് നീ പരീക്ഷിക്കുകയാണെങ്കിൽ, അന്വേഷിക്കുകയാണെങ്കിൽ, ലറഅയ്ത ഇൻദഹു തഅന്നുതൻ അലാ ഖദർ അലൽ ഖദർ, ഒട്ടുമിക്ക ആളുകളെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഖദറിന്റെ വിശ്വാസം, ഇത് അള്ളാഹിന്റെ തീരുമാനം അനുസരിച്ചാണ് ഈ കാര്യം സംഭവിച്ചത്.
അത് വെറുതെ ഉണ്ടാക്കിയതല്ല. ഇല്ലാ ലിഹിക്മത്തിൻ ബാലിഗ, അള്ളാഹുവിന് വളരെ സോദ്ദേശപൂർവമായ ഒരു ലക്ഷ്യമുണ്ട്. ആ മഹത്തായ നല്ല ലക്ഷ്യത്തിന് വേണ്ടിയാണ് അള്ളാഹു ഇത് പുലർത്തിയിട്ടുള്ളത് എന്നൊരാൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ, അങ്ങനെ വിശ്വസിക്കുന്ന കാര്യത്തിൽ ഒരാൾക്ക് തഅന്നുത്തലാണ്, അതവന് സാധിക്കുന്നില്ല, അതിലവൻ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വമലാമത്തല്ലഹു, അവൻ ഖദറിനെ അധിക്ഷേപിക്കുന്ന, ഖദറിനെ ആക്ഷേപിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വഅന്നഹു കാന യംബഗി അൻ യകൂന കദാ വകദ, മറിച്ച് അവൻ പറയാ ഇങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത്, ഇങ്ങനെയായിരുന്നു വരേണ്ടത്. അള്ളാഹു അല്ലേ അത് തീരുമാനിക്കേണ്ടത്, അതിന്റെ വരുംവരായികകൾ അറിയുന്നത് അള്ളാഹു അല്ലേ, അതിന്റെ പിന്നും അതിന്റെ മുന്നും അറിയുന്നവൻ അള്ളാഹു അല്ലേ. ഇതൊന്നും അറിയാത്ത ഈ അല്പബുദ്ധിയായ മനുഷ്യൻ അള്ളാഹുവിന്റെ ഈ ലാർജറായിട്ടുള്ള ഈ പ്ലാനിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, അള്ളാഹിന്റെ ഖലാ ഖദറിനെ അധിക്ഷേപിച്ചുകൊണ്ട് അവൻ സംസാരിക്കുന്നതായി ഒന്നുകിൽ കുറച്ചു കുറ്റം പറയുന്നവരായിരിക്കും, അല്ലെങ്കിൽ അതിന് ഇസ്തിർസാല് നടത്തി ഒക്കെ പരസ്യമായി കുറ്റം പറയുന്ന ആളുകളായിരിക്കും. അതിനാൽ അവരെ നീ നോക്കിയാൽ ഇങ്ങനെയാണ് ജനങ്ങളെ നിനക്ക് കാണാൻ സാധിക്കുക. ജനങ്ങളുടെ കാര്യം വിടൂ മനുഷ്യ, വഫത്ശ് നഫ്സക്, നിന്റെ ശരീരം, നിന്റെ കാര്യം നീ പരിശോധിക്കുക. ഹൽ അൻത സാലിം, ഈ കാര്യത്തിൽ നീ സുരക്ഷിതനാണോ? അള്ളാഹു നിനക്ക് സലാമത്ത് നൽകിയിട്ടുണ്ടോ? ഫൈൻ തൻജു മിൻഹാ തൻജു മിൻ ദി അളീമത്തിൻ, അതിൽ നിന്ന് നീ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ വളരെ ഗുരുതരമായൊരു കാര്യത്തിൽ നിന്ന് നീ, വളരെ അപകടകരമായൊരു കാര്യത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ. ഇല്ല ഇല്ല, അതിലില്ല, ഇപ്പോഴും എന്റെ മനസ്സിൽ ഈ മോശം ചിന്താഗതിയാണ് വരുന്നതെങ്കിൽ ഫഇന്നീ ലാ അഖാലുക നാജിയ, നീ രക്ഷപ്പെട്ടവരാണെന്ന് നിന്നെ കുറിച്ച് ഞാൻ കരുതുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇബ്നുൽ ഖയ്യിം തന്റെ ഈ ഡിസ്കോഴ്സ് അവസാനിപ്പിക്കുന്നത്. ഈ അധ്യായം തീർന്നിട്ടില്ല. വലിൽ ഹദീസ് ബഖിയ്യത്തുൻ ഇൻഷാ അല്ലാഹ് فسأكملها بإذن الله تبارك وتعالى في الجلسة القادمة. وأسأل الله العظيم رب العرش العظيم أن يتولانا في الدنيا والآخرة إنه على كل شيء قدير. സഹാബികൾ നബിയോട് അല്ലാഹുവിനെ കുറിച്ച് മോശമായ ധാരണകൾ മനസ്സിൽ വരുന്നു, അതിനേക്കാൾ ബോധം ഞങ്ങൾക്ക് തീയിൽ കരിയുന്നതാണ്, അതെയോ അതാണ് തെളിഞ്ഞ വിശ്വാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേതൊരു പുസ്തകത്തിൽ നിന്ന് എടുത്തു പറഞ്ഞു, അല്ല വാക്കുകൾ അങ്ങനെയല്ല. അതിൽ അള്ളാഹിനെ കുറിച്ച് ഇവിടെ നമ്മൾ പറഞ്ഞ ലന്നുസൗ അല്ല പറയുന്നത്, അള്ളാഹുവിനെ കുറിച്ച് മോശമായ ധാരണ മനസ്സിൽ വരുന്നു എന്നല്ല. ആ ഹദീസിന്റെ ലഫ്ള് പരിശോധിക്കണം. അത് നേരത്തെ ഇവിടെ നമ്മൾ പറഞ്ഞതാണ്. അത് ചില സമയത്ത് നമ്മൾ അള്ളാഹ് എന്നെ ഇത് ശിക്ഷിക്കുവോ, ആ ശിക്ഷയുടെ കാര്യത്തിലുണ്ടായിരുന്ന ഭയപ്പാടാണ് അവിടെ പറയുന്നത്, അല്ലാതെ ലന്നുസൗ അല്ല. അത് പരിഭാഷപ്പെടുത്തിയത് ഇങ്ങനെയാണോ എനിക്കറിയില്ല. ഇത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറഞ്ഞ ആളുടെ ജീവിതം വിശ്വാസം എന്നുള്ള പുസ്തകത്തിൽ നടത്തുന്ന, ഒന്നുകിൽ അങ്ങനെ തന്നെയാണ് വാക്കെങ്കിൽ പരിഭാഷ അപാകമാണ്, പരിഭാഷയിൽ അപാകമുണ്ട്. അല്ല നിങ്ങൾ മിസ്കോട്ട് ചെയ്തതാണെങ്കിൽ അത് എഴുതിയ ആളുടെ തകരാറ്. ഏതായാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അള്ളാഹിനെ കുറിച്ച് മോശമായി കരുതിയവരല്ല. സഹാബത്തിന്റെ കൂട്ടത്തിൽ അരു തിരക്കാൻ വേണ്ടി നടന്നിരുന്ന മുനാഫിഖീങ്ങൾ, മുശ്രിക്കീങ്ങൾ, അവരാണ് ലന്നുസൗ വെച്ചത് എന്ന ഖുർആൻ പറഞ്ഞത്. സഹാബത്തിന് ഈദിന് സമാനമായി ഇതല്ല, വേറൊന്ന് സമാനം എന്ന് പറയാൻ പറ്റൂല, വേറെ സംഭവം ഉള്ളത്. അവര് അള്ളാഹിന്റെ ശിക്ഷയെ സംബന്ധിച്ച് അങ്ങേയറ്റത്തോളം ഭയപ്പെട്ടിരുന്നൊരു സംഭവം പറയുന്നിടത്ത് അത് ശരിയായ വിശ്വാസമാണ് എന്ന് പറയുന്നുണ്ട്. അത് ലന്നുസൗ അല്ല, അത് കൂട്ടിക്കുഴക്കരുത്, ആ കാര്യം തെറ്റായതാണ്. വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ അതിന്റെ ലഫ്ള് വേണമെങ്കിൽ ഞാൻ ഉദ്ധരിക്കാം. അതുകൊണ്ട് ഇത് ഈ എഴുതിയ ആളെക്കാൾ ഇത് വായിച്ച ആളാണ് പ്രശ്നക്കാരൻ. ഇങ്ങനത്തെ കാര്യങ്ങൾ വായിക്കരുത്. هذا والله تعالى أعلم. صلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.